ഇന്നത്തെ മെസ്സേജ് ദൈവത്തിൻ്റെ ദൂതന്മാരും അവരുടെ ശുശ്രൂഷകളും എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഓർക്കുകയായിരുന്നു, കഴിഞ്ഞ 4 മാസമായി എത്രയോ സബ്ജക്റ്റുകളെ ബേസ് ചെയ്ത് കർത്താവ് നമ്മോട് സംസാരിച്ചു. എത്ര പേര് നന്നായെന്ന് എനിക്കറിയത്തില്ല, എത്ര പേരുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല, എത്ര പേരുടെ ലൈഫിൽ അവരിത് സ്വീകരിച്ചു എന്നും എനിക്കറിയില്ല. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാവരും ഇത് സ്വീകരിക്കട്ടെ, എല്ലാവരിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ, എന്നിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ നമുക്കിപ്പോഴും പുതിയ പുതിയ മെസ്സേജുകൾ വേണം. ഇന്ന് ഏതാ പ്രസംഗിക്കുന്നത് നമുക്കറിയണം, ഇന്നലെ എന്താ പ്രസംഗിച്ചതെന്നറിയണം. പ്രൈസ് ഗോഡ്. നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു കഥയല്ല ഇത്, ഒരു സീരിയൽ അല്ല ഇത്, ഏതെങ്കിലും ഒരു കോമഡി അല്ല ഇത്. ഇത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. ഇത് കേൾപ്പിക്കുന്നത് ഒരു പുതിയ കഥ കേൾപ്പിച്ചൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി 2 മണിക്കൂർ സമയം പോകണമല്ലോ, ഇന്നത്തെ പരിപാടി അങ്ങ് നടത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടല്ല കർത്താവ് ഇത് കേൾപ്പിക്കുന്നത്. എന്തായാലും ഒരു ഞായറാഴ്ചയും കൂടെ ഞാൻ വചനം കേട്ടു, അതിന് വേണ്ടിയിട്ടുമല്ല. കേൾക്കുന്ന ഓരോ വചനങ്ങളും ജീവിതത്തിൽ ഏറ്റെടുത്തില്ലെങ്കിൽ, അത് പ്രായോഗികമാക്കിയില്ലെങ്കിൽ, ഏറെ കേട്ടവനോട് ഏറെ ചോദിക്കുന്ന, കുറച്ച് കേട്ടവനോട് കുറച്ച് മാത്രം കണക്ക് ചോദിക്കുന്ന ഒരു ദിനം വരുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിന്ന് വേണം തിരുവെഴുത്തുകളെ ഗ്രഹിക്കുവാൻ. വചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ നിങ്ങളതിനെ ചെയ്യുന്നവർ ആയിരിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാരും അവരുടെ ശുശ്രൂഷകളും എന്നൊരു ഭാഗത്തിലേക്ക്, ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. അതിനാധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103 അധ്യായം 20 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. Bless the Lord, you his angels, who excel in strength, who do his word, heeding the voice of his word. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. ഹല്ലേലൂയ. സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ സൈന്യമാണ് അവന്റെ ദൂതന്മാർ. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ഈ വിഷയം ഒരു സെഷൻ കൊണ്ടോ 1 മണിക്കൂറുള്ള ഒരു സഭായോഗം കൊണ്ടോ അവസാനിക്കുന്നില്ല. എത്ര ആഴമേറിയ ഒരു വിഷയമാണ് ഇതെന്ന് കുറച്ചും കൂടെ കഴിയുമ്പം ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പഴയ നിയമ പുസ്തകങ്ങളിൽ 108 തവണയും പുതിയ നിയമ പുസ്തകത്തിൽ 165 പ്രാവശ്യവും, പൂർണ്ണ ബൈബിളിൽ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ പൂർണ്ണ തിരുവെഴുത്തിൽ 273 തവണയും ദൈവദൂതന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ട്. എബ്രായ ഭാഷയിൽ മലഖ് എന്നും ഗ്രീക്ക് ഭാഷയിൽ ഏഞ്ചലോസ് എന്നും മലയാളത്തിൽ ദൂതന്മാരെന്നും ഇംഗ്ലീഷിൽ ഏഞ്ചൽസ് എന്നും വിളിക്കപ്പെടുന്ന ദൂതസഞ്ചയം, ദൈവദൂത സൈന്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൂതന്മാരെ കുറിച്ച് പ്രസംഗിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഉയർത്തേണ്ടത് ദൈവത്തെയാണ്, ഉയർത്തേണ്ടത് യേശുക്രിസ്തുവിനെയാണ്, ഉയർത്തേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെയാണ്, പുത്രനെയാണ് ഉയർത്തേണ്ടത്. പക്ഷേ ഇത്ര ആഴമായി, ഇത്ര സവിസ്തരമായി ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവദൂതന്മാരെ കുറിച്ച്
അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ 108 തവണയും പുതിയ നിയമ പുസ്തകത്തിൽ 165 പ്രാവശ്യവും പൂർണ്ണ ബൈബിളിൽ 273 തവണയും ഈ വിഷയം പരാമർശിക്കപ്പെട്ടിരിക്കുമ്പോൾ ദൈവം അതിന് പ്രാധാന്യത കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നത് ഒരൊറ്റ വാക്യമേ ഉള്ളൂ. ഇത്ര വലിയ ഭൂമി, ഇത്ര വലിയ ആകാശം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ട് കേവലം ഒരു വാക്കിനകത്ത് അത് ഒതുക്കിയെങ്കിൽ 273 തവണ തൻ്റെ സൈന്യത്തെക്കുറിച്ച്, തൻ്റെ ദൂതസഞ്ചയത്തെക്കുറിച്ച് ഈ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ നമുക്കത് വിസ്മരിച്ചു കളയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്താണ് ഇവിടെ നാം വായിച്ചത്? ദൈവവചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ, ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ്റെ വചനം കേട്ട് ആ ദൈവവചനത്തിനൊത്തവണ്ണം ദൈവത്തിൻ്റെ ആജ്ഞയാൽ മൂവ് ചെയ്യുന്ന, ചലിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരെ നിങ്ങൾ യഹോവയെ വാഴ്ത്തുവിൻ. ഞാൻ ഈ മെസ്സേജ് ഇന്ന് പ്രസംഗിക്കുമ്പോൾ ദൂതനെ ഉയർത്തുകയല്ല. ഈ വിഷയം കേൾക്കുമ്പോൾ ഒരു കാര്യം ഇന്ന് കൺഫേംഡ് ആകും: ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം എത്ര വലിയവനാണ് എന്ന്. അവൻ്റെ സൈന്യത്തിൻ്റെ അധികാരം, അവൻ്റെ സൈന്യത്തിൻ്റെ പ്രവൃത്തി, അവൻ്റെ സൈന്യത്തിൻ്റെ ശക്തി, അവൻ്റെ സൈന്യത്തിൻ്റെ അതിശക്തമേറിയ മൂവ്മെന്റുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഈ സൈന്യാധിപൻ ആരാണ് എന്നുള്ളത് എത്ര ശക്തമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ ഭാഗം പഠിക്കുമ്പം ദൈവദൂതന്മാരെക്കുറിച്ചും അവരുടെ പ്രവർത്തികളെക്കുറിച്ചും വായിക്കുമ്പം എൻ്റെ അകത്ത് കയറി വന്ന ഏറ്റവും വലിയൊരു ചിന്ത, എൻ്റെ ദൈവമേ നീ എത്ര വലിയവനാണ് എന്ന യാഥാർത്ഥ്യമാണ്. എൻ്റെ ദൈവമേ നീ എത്ര ശക്തനാണ്. കേവലം മനുഷ്യ, നീ എന്താണ് ദൈവത്തിൻ്റെ മുൻപിൽ? ഞാനും നിങ്ങളും ഒന്നും അല്ല എന്നൊരു ബോധ്യമാണ് ഈ വചനധ്യാനത്തിങ്കൽ എനിക്ക് കിട്ടിയത്. അത് നിങ്ങൾക്കും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ത്യയുടെ ആർമി ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അവർ ഭാരത രാജ്യത്തിന് വേണ്ടി സമർപ്പിതരായിരിക്കുന്നു. അവരുടെ ജീവനെയും അവരുടെ പ്രാണനെയും അവരുടെ കുടുംബത്തെയും ഒന്നും ഓർക്കാതെ നമ്മുടെ ഭാരതത്തിന് വേണ്ടി നമ്മുടെ സൈന്യം പോരാടുന്നു. നമുക്കവരോട് ബഹുമാനമുണ്ട്. വിശേഷാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സൈന്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭാരതത്തിലെ സൈന്യാധിപന്മാർക്ക് വേണ്ടിയും സൈന്യത്തിന് വേണ്ടിയും നാം പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമാണ്. പക്ഷേ ഇന്ത്യൻ മിലിറ്ററി ഒരിക്കലും, ഭാരതത്തിൻ്റെ ആർമി ഒരിക്കലും, ഭാരതത്തിൻ്റെ അധികാരികൾ നിയോഗം കൊടുക്കാതെ മറ്റൊരു രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ല. എപ്പോഴും ആ സൈന്യം അതാത് രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതും കാവൽ നിൽക്കുന്നതും. അമേരിക്കൻ ആർമി അമേരിക്കയ്ക്ക് വേണ്ടി പൊരുതുന്നു. അമേരിക്കൻ ആർമി അമേരിക്ക എന്ന രാജ്യത്തിന് സമർപ്പിതരായിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ദൂതന്മാരും. ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ രാജ്യത്തിനായി പോരാടുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവരാജ്യത്തിലുള്ള പ്രജകളെ, ജനത്തെ സംരക്ഷിക്കുവാനായി പ്രവർത്തിക്കുന്നു. 24 മണിക്കൂറും യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന, ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന പൈശാചിക സൈന്യത്തോട് അവർ പോരാടിക്കൊണ്ടേയിരിക്കുന്നു. ദൈവദൂതന്മാർ ദൈവരാജ്യത്തിനകത്ത് യുദ്ധം ചെയ്യുമ്പോൾ, തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ, അതൊരു പ്രത്യേക സീസണല്ല.
അതൊരു പ്രത്യേക അനൗൺസ്മെന്റിലൂടെ അല്ല, അതൊരു പ്രത്യേക കാലഘട്ടമല്ല. എല്ലാ സമയങ്ങളിലും, എല്ലാ മണിക്കൂറുകളിലും, എല്ലാ ദിനരാത്രങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയാത്ത ആ ദൃശ്യമണ്ഡലങ്ങളിൽ അവർ പോരാടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ സ്തുതിയും നമ്മളുടെ ആരാധനയും നമ്മുടെ വിശ്വാസവും നാം പറയുന്ന അന്യഭാഷകളൊക്കെ നമുക്ക് വേണ്ടി അദൃശ്യമണ്ഡലത്തിൽ പൈശാചിക ശക്തികളോട് യുദ്ധം ചെയ്യുന്ന ദൈവദൂതന്മാരുടെ കരത്തിന് കരുത്തു പകരുന്നു. ഹല്ലേലൂയ. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. ദൈവദൂതന്മാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൈന്യമാണ്, യഹോവയുടെ ആർമിയാണ് എന്നുള്ളത്. 148 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യത്തിൽ അത് ആരംഭിക്കുന്നത്, അവിടെ ഒരു പദം കിടപ്പുണ്ട്, അവൻ്റെ സർവ്വ സൈന്യവുമേ യഹോവയെ വാഴ്ത്തുവീൻ എന്ന്. ആ വാക്യം ഇങ്ങനെയാണ്: അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിപ്പീൻ. ഇന്നത്തെ ഈ സർവീസിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങളാൽ കഴിയുന്നവർ നിങ്ങൾ ഈ ലൈവ് ചാറ്റിൽ ഈ വാക്യങ്ങൾ ഒന്ന് പേസ്റ്റ് ചെയ്ത് വിട്ടാൽ എല്ലാവർക്കും അതൊന്ന് വായിക്കാൻ പറ്റും. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ ദൈവത്തെ സ്തുതിക്കുവിൻ, അവൻ്റെ സർവ സൈന്യവുമേ അവനെ സ്തുതിപ്പീൻ. അതെ, ദൈവത്തിൻ്റെ സൈന്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സൈന്യം ഇത്ര ശക്തമാണെങ്കിൽ സൈന്യാധിപൻ എത്ര ശക്തനായിരിക്കും. ഹല്ലേലൂയ. എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ ബഹുമാനവും ഞാൻ എൻ്റെ കർത്താവിന് അർപ്പിക്കുന്നു. തിരുവെഴുത്തുകൾക്കകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സ്ഥാനവും അവരുടെ പൊസിഷനുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് ഓർഡറിൽ പറഞ്ഞിട്ട് വേണം എനിക്ക് ചില പ്രധാന ഭാഗങ്ങളിലേക്ക് വരുവാൻ. 5 നിലയിലുള്ള ദൈവദൂതന്മാരെ കുറിച്ച് പൊതുവായി വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നു. ഒന്ന്, ആർക്കേഞ്ചൽസ്. ആർക്കേഞ്ചൽസ് എന്ന് പറയുന്നത് പ്രധാന ദൂതന്മാരാണ്. ഇന്ന് ജിജിമോൻ പാസ്റ്റർ ഒരുപാട് വാക്യങ്ങൾ വായിക്കേണ്ടി വരും, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഒന്നാമത്തെ കാറ്റഗറി ആർക്കേഞ്ചൽസ്, രണ്ടാമത്തെ കാറ്റഗറി സാറാഫുകൾ, ദൂതന്മാരിൽ മൂന്നാമത്തെ കൂട്ടം കെരൂബുകളാണ്, നാലാമത്തെ കൂട്ടം ഗാർഡിംഗ് ഏഞ്ചൽസ് ആണ്, അഥവാ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്ന, അവരെ ഗാർഡ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ദൂതന്മാർ. അഞ്ചാമത്തത് ലിവിങ് ക്രീച്ചേഴ്സ്, ജീവികൾ എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അഞ്ചാമത്തെ കൂട്ടർ. അങ്ങനെ 5 നിലയിൽ ദൈവദൂതന്മാരെ കുറിച്ച് പൊതുവായ ഒരു പഠനം, ചിന്ത തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലൊന്നാമത്തെ കൂട്ടരാണ് പ്രധാന ദൂതന്മാർ, ആർക്കേഞ്ചൽസ്. നമുക്കറിയാം, ഒരു ആർമിക്കകത്ത് റാങ്ക് വൈസിലാണ് അവരെ വേർതിരിച്ചിരിക്കുന്നത്. ക്യാപ്റ്റനുണ്ട്, മേജറുണ്ട്, ജനറലുണ്ട്, ഹവീൽദാറുണ്ട്. ഇങ്ങനെ ഓരോ നിലകളിൽ, ഓരോ ആർമിയിൽ ഇങ്ങനെ അവർക്കൊരു റാങ്ക് ഓർഡർ ഉള്ളതുപോലെ ദൈവത്തിൻ്റെ സൈന്യത്തിനുമുണ്ട്. നമുക്കറിയാം, DGPയുടെ താഴെ ADGPയും, ADGPയുടെ താഴെ IG-യും, അതിൻ്റെ താഴെ SP-യും, അതിൻ്റെ താഴെ DYSPയും, അതിൻ്റെ താഴെ സർക്കിൾ ഇൻസ്പെക്ടറും, അതിൻ്റെ താഴെ SI-യും, അതിൻ്റെ താഴെ കോൺസ്റ്റബിളും ഒക്കെ നിൽക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ദൂത സൈന്യത്തിനും ഒരു റാങ്ക് കാറ്റഗറി ഉണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പ്രധാന ദൂതൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കില്ല. ആർക്കേഞ്ചൽസ്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന വളരെ സുപരിചിതമായ ഒരു വാക്യം: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ
മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതെ, പ്രധാന ദൂതന്റെ ശബ്ദം. ആരാണ് ഈ പ്രധാന ദൂതൻ? ആർക്കേഞ്ചൽസ്. യൂദായുടെ ലേഖനം 1-ാം അധ്യായം, ഒറ്റ അധ്യായമേ ഉള്ളൂ, അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. മോശയുടെ ശരീരത്തിന് വേണ്ടി, തൻ്റെ ആ ഭൗതിക ശരീരത്തിന് വേണ്ടി വാദിക്കുന്ന, വഴക്കുണ്ടാക്കുന്ന, തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തിയെ ശാസിച്ചകറ്റിയ, വിരട്ടി ഓടിച്ച പ്രധാന ദൂതനായ മീഖായേൽ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ വരും എന്ന് നമ്മൾ വായിച്ചപ്പോൾ ആ പ്രധാന ദൂതന്റെ പേര് യൂദായുടെ ലേഖനത്തിൽ വെളിപ്പെടുത്താൻ വിട്ടുപോയില്ല. പ്രധാന ദൂതനായ മീഖായേൽ എന്ന് തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ പ്രധാന ദൂതനായ മീഖായേലിന്റെ ഇടപെടിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണമായ ഒരു വിഷയമുണ്ടായാൽ അത് നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ തീരാവുന്നതേ ഉള്ളൂ. അവിടെയാണ് ആ കേസുകൾ എടുക്കുന്നതും അവിടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും. അത് പിന്നെ വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോകുമ്പോഴാണ് എസ് പിമാരെയും ADGPമാരെയും DGPമാരുടെയും ഒക്കെ അടുക്കലേക്ക് ഈ വിഷയങ്ങൾ പോകുന്നത്, അവിടെയൊക്കെ കേസുകൾ ഫയൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിനകത്ത് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഞാൻ വായിച്ചു. പ്രധാന ദൂതന്റെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടിടത്ത് മാത്രമേ ആ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളൂ. അല്ലാത്തിടത്തെല്ലാം ദൈവത്തിന്റെ ദൂതന്മാർ പ്രവർത്തിച്ചു പോയ പശ്ചാത്തലങ്ങളുണ്ട്. അത് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് ദാനിയേൽ പ്രവാചകന്റെ ഉപവാസവും പ്രാർത്ഥനയും. ദാനിയേൽ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരംഭിച്ച സമയത്ത് തന്നെ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ അവിടെ എത്തി. ഗബ്രിയേൽ ദൈവത്തിന്റെ മറുപടിയുമായി ദാനിയേലിന്റെ അടുക്കൽ വന്നപ്പോൾ ആ ദേശത്തെ ഭരിക്കുന്ന ദേശാന്തര ശക്തിയായ പാർസി പ്രഭുവിന്റെ പേർഷ്യൻ ആ അതോറിറ്റി അല്ലെങ്കിൽ ആ ഡിമോണിക് പവർ, ആ ശക്തി പ്രധാന ദൂതനായ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരിൽ പ്രധാനിയായ മറ്റൊരു ദൂതനായ ഗബ്രിയേലിനെ അവിടെ തടയുവാനിടയായി. എന്നാൽ നമുക്ക് ആ ഭാഗം കർത്തൃദാസൻ വായിക്കുമ്പോൾ ഒന്ന് വായിക്കാം. 10-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം, അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. ഇതാരാ പറയുന്നത്? ഇത് പറയുന്നത് ഗബ്രിയേൽ മാലാഖയാണ്, ദൂതനാണ്. എന്നാൽ പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാഴ്സി രാജാക്കന്മാരുടെ കൂടെ അവിടെ വിട്ടേച്ച്. അപ്പോ വിശുദ്ധ ബൈബിളിനകത്ത് ഗബ്രിയേൽ ദൂതൻ മറുപടിയുമായി വരുമ്പോൾ ആ ദൈവികമായ മറുപടിയെ തടയുവാൻ ശ്രമിച്ച പൈശാചിക മണ്ഡലം അവിടെ വ്യക്തമാണ്. എന്നാൽ ഗബ്രിയേൽ ആരുടെ സഹായം ആവശ്യപ്പെട്ടു? ഗബ്രിയേൽ ദൂതൻ പ്രധാന ദൂതനായ മീഖായേലിന്റെ സഹായം ആവശ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ താഴെ നിൽക്കുന്ന ഒരു ഓഫീസർ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഓഫീസറിനോട് ഇമെയിൽ അയക്കുന്നത് പോലെ, മെസ്സേജ് കൊടുക്കുന്നത് പോലെ, ആ ഓഫീസറിന്റെ ഇടപെടിയിൽ ആ വിഷയത്തിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഗബ്രിയേൽ ദൂതനെ സഹായിക്കുവാനായി പ്രധാന ദൂതനായ മീഖായേലിന്റെ ഇടപെടലുകൾ ഉണ്ടായി. അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്
ഞാൻ നിന്നെ അറിയിക്കാം. നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യങ്ങൾ എന്നോടുകൂടെ ഉറച്ചു നിൽക്കുന്നവൻ ആരുമില്ല. സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. നിങ്ങളുടെ പ്രഭുവായ, അവിടെ മൈക്കിളിനെ കുറിച്ച്, മീഖായേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മൈക്കിൾ യുവർ പ്രിൻസ് എന്ന വാക്കാണ്. നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യങ്ങളിൽ എന്നോടുകൂടെ ഉറച്ചു നിൽക്കുവാൻ ആരുമില്ല. അപ്പോൾ പ്രധാന ദൂതനായ മീഖായേലിന്റെ ഇടപെടലുകൾ എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെ ഒന്നും ഒരു ശക്തികൾക്കും ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവെങ്കിൽ ആ പ്രധാന ദൂതനായ മീഖായേൽ തന്റെ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ തന്നെ പൈശാചിക മണ്ഡലങ്ങളെ കീറിമുറിച്ചുകൊണ്ട്, എനിക്ക് ആ കാര്യം ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ കർത്താവിന്റെ വരവിനെ കുറിച്ച് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മീഖായേലിന്റെ ആ വോയിസോടും കൂടെ മധ്യാകാശത്തിൽ വരുന്ന കാഴ്ച, അത് ഒരു വിശുദ്ധനായ ഒരു ദൈവവേദന ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആഴം എത്ര വലുതാണ് എന്നുള്ള സത്യം നാം വ്യക്തമാക്കുന്നു. ഇവിടെ ദൂതന്മാരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖയുടെ ആവശ്യമനുസരിച്ച് പ്രധാന ദൂതനായ മീഖായേലിന്റെ ഇടപെടലുകൾ ആ വിഷയത്തിൽ ഉണ്ടായത് ഈ ഭാഗത്ത് നിങ്ങൾ വായിച്ചു. ഇതേ സംഭവം തന്നെ വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 7, 8, 9 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല താനും. നോക്കാം, സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. അടുത്ത വാക്യം കൂടെ വായിക്കാം നമുക്ക്. 9-ാം വാക്യം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ വെളിപ്പെട്ടതായ സ്തോത്രം ഒരു വലിയ യുദ്ധമാണ്. 7-ാം വാക്യത്തിൽ മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. എന്നാൽ മീഖായേലിനെയും ദൈവത്തിന്റെ ദൂതന്മാരെയും ആ മഹാസർപ്പത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ സൈന്യത്തെ ലൂസിഫറിന്, സാത്താന്, മഹാസർപ്പത്തിന് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ സൈന്യാധിപന്റെ അടുക്കൽ ചെല്ലാൻ പറ്റുമോ? ഹല്ലേലൂയ. സൈന്യം ഇത്ര ശക്തിയാണെങ്കിൽ രാജ്യം എത്ര പവർഫുൾ ആണ്, ആ രാജ്യത്തിന്റെ ഭരണാധികാരി എത്ര ശക്തനാണ്. ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്നത് വല്ലതും മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ മഹാസർപ്പത്തെ വെട്ടി ആ പൈശാചിക ശക്തികൾക്ക് അതിനെ ജയിക്കുവാൻ പറ്റിയില്ല എന്ന് എഴുതിയിരിക്കുമ്പോൾ നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം എത്രയോ വലിയവൻ. 1-ാമത്തെ ദൂതന്മാരുടെ റാങ്കിങ്ങിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ തെളിയിച്ചത് വചനത്തിൽ നിന്ന് പ്രധാന ദൂതൻ മീഖായേൽ. 2-ാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് സറാഫുകളാണ്. സറാഫിനെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് വേദഭാഗങ്ങളിൽ നിന്നും ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിലാണ്. ആ സമയത്ത് സാറാഫുകൾ ദൈവത്തെ ആരാധിച്ച ഒരു ഭാഗം. അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് ചിറകടിച്ചു. ദൈവദാസനെ, അവരുടെ ആ രൂപം, അവരെന്ത്, സാറാഫുകൾ എന്ത് എന്നുള്ളത്, ആ ഏഞ്ചൽസ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് 2-ാം വാക്യത്തിൽ വ്യക്തമാണ്. താഴോട്ട് വായിക്കാം. സാറാഫുകൾ അവന്റെ ചുറ്റും നിന്നു. യെസ്, ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. ഒരു ദൂതന് 6 ചിറകുണ്ടായിരുന്നു. അതിൽ 2 ചിറക് കൊണ്ട് അവർ മുഖം മൂടി, 2 ചിറകുകൾ കൊണ്ട് അവർ കാൽ മൂടി, 2 ചിറകുകൾ കൊണ്ട് അവർ പറന്നു. 6 ചിറകുകളുള്ള സാറാഫുകൾ. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം
മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാറാഫുകൾ, ദൈവത്തിന്റെ ദൂതന്മാർ. മൂന്നാമത്തെ കാറ്റഗറി കെരൂബുകളാണ്. കെരൂബുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒത്തിരി അറിവുകളില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഈ സഭായോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് ഞാൻ വരുന്നു. പക്ഷെ ഈ ഭാഗങ്ങളെല്ലാം ഞാൻ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുവെഴുത്തുകളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ, എൻ്റെ കയ്യിൽ നിന്ന് വ്യക്തിപരമായി പറയാൻ ഒന്നും എനിക്കില്ല. കഥകളോ ഉദാഹരണങ്ങളോ വേറെ ആരെങ്കിലും പറഞ്ഞതിൻ്റെ ബാലൻസോ ഒന്നും ഇവിടെ പറയാനില്ല. തിരുവെഴുത്തിൽ നിന്ന് മാത്രം പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. സത്യത്തിൽ ഈ ഭാഗങ്ങളെല്ലാം ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കർത്താവിൻ്റെ വലിപ്പം, നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, അവൻ എത്ര സർവശക്തനെന്നോർത്ത് നെടുമ്പാട് വീണ അനുഭവങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. ഞാനിത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം നിങ്ങളും അത്, ഈ ദൈവം എത്ര വലിയവനാണ് എന്നുള്ളത് മനസ്സിലാക്കട്ടെ. അവൻ്റെ സൈന്യം ഇത്ര ശക്തമാണെങ്കിൽ അവൻ എത്ര വലിയവനാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുക. കെരൂബുകളെ കുറിച്ച് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തൊട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഈ കെരൂബുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടരാണ്. വിശേഷമായ സ്ഥാനമാണ് ദൈവം കെരൂബുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ ബൈബിൾ പറയുന്നു, അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആദത്തെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. കാരണം പിശാച് അവിടെ പ്രവേശിച്ചു. സാത്താന്യ ശബ്ദങ്ങൾക്ക് അവർ വിധേയപ്പെട്ടു. ദൈവത്തോട് അവർ അനുസരണക്കേട് കാണിച്ചു. അവർ വ്യവസ്ഥ ലംഘനം നടത്തി. ഈ കാരണത്താൽ ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഇറക്കിക്കളഞ്ഞു. എന്നിട്ട് ദൈവം എന്നാ ചെയ്തേ? 24-ാം വാക്യത്തിൽ, ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയായി നിർത്തി. അവിടെ ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയായി നിർത്തി എന്നെഴുതിയിരിക്കുമ്പോൾ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ആൻഡ് എ ഫ്ലേമിംഗ് സോഡ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കത്തി നിൽക്കുന്ന, ജ്വലിക്കുന്ന, തീ കത്തി നിൽക്കുന്ന വാളും പിടിച്ചുകൊണ്ട് തോട്ടത്തെ കാക്കുന്ന കെരൂബ്. തോട്ടം കാക്കുവാൻ ദൈവം കെരൂബുകളെ വഴിത്തലയ്ക്കൽ വഴി കാപ്പാൻ ഏദനിൽ അതിൻ്റെ തോട്ടത്തിന് കിഴക്ക് ഭാഗത്ത് നിർത്തി എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. അവിടെ തൊട്ട് കെരൂബുകളെ കുറിച്ചുള്ള ആഴമേറിയ കാര്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാം. ഇനി ഈ കെരൂബുകളുടെ രൂപം, അവരെങ്ങനെയാണ് ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അകത്ത് വലിയ ഒരു വിശ്വാസം ഈ മേഖലയിൽ വർദ്ധിക്കണം. ഹല്ലേലൂയ. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ കെരൂബുകളെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. എഗസ്കേൽ സ്വർഗം തുറന്ന് ദിവ്യമായ, വളരെ ഡിവൈനായിട്ടുള്ള വിഷനുകൾ കണ്ടു. വായിക്കാം. യഹോയാക്കീൻ രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കൽദേ ദേശത്ത് കേബാർ നദീതീരത്ത് വെച്ച് ബുസ്സിയുടെ മകൻ എഹസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവിടെ യഹോവയുടെ കൈയും അവന്റെ മേൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളി കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം ഞാൻ കണ്ടു. അവയുടെ രൂപമോ, അവയ്ക്ക് കെരൂബുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവയുടെ രൂപമോ, അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. വായിക്കാം. ഓരോന്നിന് 4 മുഖവും
നന്നാല് ചിറകും ഉണ്ടായിരുന്നു. ഉം. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയും ആയിരുന്നു. ഉം. മിനുക്കിയ താമ്രം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യ കൈ ഉണ്ടായിരുന്നു. 4 മുഖങ്ങളും ചിറകുകളും ഇങ്ങനെ ആയിരുന്നു. അവയുടെ ചിറകുകൾ ഒന്നൊട്ടൊന്ന് തൊട്ടിരുന്നു. ഉം. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും. ഉം. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നു. 4നും വലത്ത് ഭാഗത്ത് സിംഹമുഖവും ഇടത്ത് ഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു, മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു. 4നും വലത്ത് ഭാഗത്ത് സിംഹമുഖവും ഇടത്ത് ഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകമുഖമുണ്ടായിരുന്നു. ആ രൂപമൊന്നും വി കാൻറ്റ് ഇമാജിൻ ദാറ്റ്. നമ്മളൊക്കെ ഇമാജിൻ ചെയ്യുന്നതിനും അപ്പുറമാണ് സ്വർഗം. നാമൊക്കെ ചിന്തിച്ചതിനും വായിച്ചതിനും പഠിച്ചതിനും ഒക്കെ അപ്പുറമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ വേലയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ദൈവത്തോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ എൻ്റെ കർത്താവിൻ്റെ വലിപ്പം, അവൻ എത്ര വലിയവനാണെന്നുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ കുറേ കൂടെ ആഴമായി വർദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതേ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഉടനീളം കെറൂബുകളെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിന്റെ ദാസനെ 10-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കാമോ? 20-21 വാക്യം. ഇത് ഞാൻ കേബാർ നദീതീരത്ത് വെച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട ജീവി തന്നെ. അവ കെരൂബുകൾ എന്ന് ഞാൻ ഗ്രഹിച്ചു. ഓരോന്നിന് 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. ചിറകിൻ കീഴെ മനുഷ്യ കൈ പോലെ ഒന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കെരൂബുകളെ എവിടെയാണ് ദൈവം പൊസിഷൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ഇനി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ആരായിരുന്നു സാത്താൻ? സാത്താൻ ഒരിക്കൽ ആരായിരുന്നു? ലൂസിഫർ ഈ ദൂതന്മാരുടെ കൂട്ടത്തിൽ ആരായിരുന്നു? ലൂസിഫർ ഒരു കെറൂബായിരുന്നു. ലൂസിഫർ ഒരു കെറൂബായിരുന്നു. കെറൂബുകളുടെ ദൂതന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു. തെളിയിക്കാൻ പോവുകയാണ് ബൈബിളിൽ നിന്ന്. ഞാൻ പറഞ്ഞല്ലോ, കയ്യിൽ നിന്നൊന്നും എനിക്ക് പറയാനില്ല. വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, ഇവിടെ തെളിയിക്കലും തകർക്കലും ഒന്നും അല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം തന്നെ എടുത്തോ. 28-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചോ. സാത്താൻ ആരായിരുന്നെന്നും അവൻ എന്ത് സംഭവിച്ചെന്നും അവിടെ വ്യക്തമാണ്. നീ ചിറക് വിടർത്തി യെഹെസ്കേൽ 28:14 മുതൽ. യെസ്. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. ഒരു സമയത്ത് ഞാൻ നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യെ സഞ്ചരിച്ചു. നീ ഒരു സമയത്ത് അഗ്നിമയമായ രഥങ്ങളുടെ മധ്യെ സഞ്ചരിച്ചിരുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ, നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നീ നടപ്പിൽ, ഇത് ലൂസിഫറിനെ കുറിച്ച്, സാത്താനെ കുറിച്ചാണ് പറയുന്നത്. നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യയിൽ നിന്ന് മൂടിക്കളഞ്ഞു. അപ്പോൾ ലൂസിഫർ ആരായിരുന്നു? ലൂസിഫർ കെരൂബായിരുന്നു. ദൈവദൂതന്മാരുടെ കൂട്ടത്തിൽ കെരൂബായിരുന്നു ഈ ലൂസിഫർ അഥവാ സാത്താൻ. ഇനി ഈ കെരൂബുകൾ എന്താണ് ചെയ്യുന്നത്? ദൈവം എവിടെയാ വസിക്കുന്നത്? ദൈവം വസിക്കുന്നത് കെരൂബുകൾക്ക് മുകളിലാണ്, കെരൂബുകൾക്ക് മീതെയാണ്. വളരെ ചിന്തിക്കേണ്ട 2 ഭാഗങ്ങൾ, വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യെഹെസ്കേൽ 28 നിന്ന് സാത്താൻ കെരൂബായിരുന്നുവെന്നും അവനെയാണ് ദൈവം വെട്ടി താഴേക്ക് കളഞ്ഞതെന്നും വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞതെന്നും നമുക്ക് ആ വാക്യത്തിൽ നിന്ന് വ്യക്തമായി. ഓക്കെ, ഇനി നിങ്ങൾ സങ്കീർത്തന പുസ്തകങ്ങൾ 18-ാമത്തെ അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളൊന്ന് വായിച്ചേ. അവൻ ആകാശം ചായ്ച്ചിറങ്ങി, കൂരിളിൽ അവന്റെ കാൽ കീഴിൽ ഉണ്ടായിരുന്നു. 10-ാം വാക്യത്തിൽ ഞാൻ കാണുന്നത്, അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു,
അവൻ കാറ്റിന്റെ ചിറകിന്റെ മേലിരുന്ന് പറപ്പിച്ചപ്പോൾ ദൈവം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ദൈവം വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ ഒരു വാഹനമാക്കി കെരൂബുകളെ മാറ്റിയതായി കാണുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനെ, എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പുതിയ നിയമത്തിൽ കെരൂബുകളെ കുറിച്ച് പറയുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, അവനെ കാറ്റിന്റെ ചിറകിന്റെ മേൽ പറപ്പിച്ചു എന്ന് സങ്കീർത്തനം 18:10 എഴുതിയിരിക്കുമ്പോൾ എബ്രായർ 9:4-5 വാക്യങ്ങൾ, അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്ന് പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിന്റെ അകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിന്റെ മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതിന്റെ മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഞാൻ പ്രസംഗിച്ച കുറച്ചു മുമ്പ് പറഞ്ഞ അതേ കാര്യം പൗലോസ് പറഞ്ഞു. സ്വർഗത്തെക്കുറിച്ചും ദൈവദൂതന്മാരെ കുറിച്ചും അവന്റെ സൈന്യത്തെക്കുറിച്ചും അവന്റെ മഹത്വത്തെക്കുറിച്ചും പഠിപ്പിക്കാനോ പറഞ്ഞ് അവതരിപ്പിക്കാനോ പറ്റില്ല. ഒറ്റ വാക്കിൽ പറയാം, എന്റെ ദൈവം സർവശക്തൻ. അവനൊപ്പം പറയാൻ ആരുമില്ല. അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. അവനെ പോലൊരു സൈന്യാധിപൻ ലോകത്തിലില്ല. എൻ്റെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുൻപിൽ നെടുംപാട് വീഴാനല്ലാതെ വീണ് വണങ്ങാനല്ലാതെ എനിക്ക് മറ്റൊന്നും സാധിക്കുന്നില്ല. അത്ര വലിയവനാണ് എൻ്റെ ദൈവം. ഈ കെരൂബുകൾക്ക് മീതെയാണ് ദൈവം വസിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഒത്തിരി റെഫറൻസുകൾ ഈ ഭാഗത്തിൽ നിന്നുണ്ട്. 2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 2 സാമുവേൽ chapter 6 word 2, 2 ശമൂവേൽ 6:2 വാക്യം, കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ. നിങ്ങൾ ഓർക്കണം, കെരൂബുകൾക്ക് മുകളിലാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. അതിന് മീതെയാണ്, താഴെ കെരൂബുകളാണ്. ആ കെരൂബുകൾക്ക് മുകളിൽ അവൻ വസിക്കുന്നു. ഈ കെരൂബുകളിൽ ഒരു കെരൂബായിരുന്നു വീണുപോയ പിന്നത്തേതിൽ ലൂസിഫർ എന്ന് വിളിക്കുന്ന സാത്താൻ എന്ന് പറയുന്നത്. അതാണ് എഗസ്കേൽ പ്രവചന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. ഈ കെരൂബായ സാത്താൻ ലൂസിഫർ തന്റെ തൊട്ടുമുകളിൽ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന സൈന്യാധിപനായ ദൈവത്തിന്റെ മഹത്വവും സ്വർഗവും ആരാധനയും അവന്റെ വലിപ്പവും കണ്ടപ്പോൾ ഈ കെരൂബിന്റെ അകത്തൊരു തോന്നലുണ്ടായി. എൻ്റെ തൊട്ടുമുകളിലാണ് ദൈവം ഇരിക്കുന്നത്, കുറച്ച് താഴെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കെന്തുകൊണ്ട് അവിടെ എത്തിക്കൂടാ? ആ സിംഹാസനത്തിൽ എൻ്റെ സിംഹാസനം സ്ഥാപിച്ചുകൂടാ? എനിക്കെന്തുകൊണ്ട് ദൈവത്തിന് കിട്ടേണ്ട മഹത്വവും പുകഴ്ചയും കിട്ടിക്കൂടാ എന്ന ചിന്ത തൊട്ട് താഴെ നിന്ന് ചിന്തിച്ച കെരൂബിന്റെ ചിന്തയെ തൊട്ടുമുകളിലിരുന്ന ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ദൈവം തിരിച്ചറിഞ്ഞ് അവനെ വെട്ടി അവനോടൊപ്പം നിന്ന ആ ദൂതന്മാരെയും ഭൂമിയിലേക്ക് ഇട്ടു. അതാണ് ഇന്ന് നാം കാണുന്ന സാത്താന്യ സൈന്യം. അപ്പോൾ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ, കെരൂബുകൾ ദൈവദൂതന്മാരിൽ എത്ര പ്രാധാന്യതയുള്ളവരാണ്. ഒന്നാമത് പ്രധാന ദൂതന്മാർ, നിങ്ങൾ കേട്ടു വചനത്തിൽ നിന്ന്. രണ്ടാമതായി സറാഫുകൾ, നിങ്ങൾ കേട്ടു വചനത്തിൽ നിന്ന്. മൂന്നാമതായി കെരൂബുകൾ. നാലാമത്തെ കൂട്ടരാണ് ഗാർഡിംഗ് ഏഞ്ചൽസ്, അഥവാ സംരക്ഷിക്കുന്ന, സംരക്ഷണം നൽകുന്ന ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് പറയുന്നത്. അത് എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ അബ്രഹാമിനെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ വന്നത്. അപ്പോ അബ്രഹാമിന്റെ സന്തതിയെ ഗാർഡ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. ഇനി ഈ ഭാഗത്തിൽ നിന്നും ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ വഴിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എപ്പോഴും ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു
ഞാനെന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതന്മാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഇതൊന്നും, ചിലർ പറയാറുണ്ട് ഞാൻ ദൂതന്മാരെ ഓപ്പറേറ്റ് ചെയ്യുന്നു. നമുക്ക് പറ്റില്ല. നമുക്കാർക്കും ദൈവത്തിൻ്റെ ദൂതന്മാരെ ഓപ്പറേറ്റ് ചെയ്യാനോ ദൈവദൂതന്മാരോട് കൽപ്പിക്കാനോ ദൈവദൂതന്മാരോട് പറയാനോ പറ്റില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൂതന്മാരോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്. ദൂതന്മാരോട് പ്രാർത്ഥിക്കുന്നത് ദുരുപദേശമാണ്. ദൂതന്മാരോട് കൽപ്പിക്കുന്നു, ദൂതന്മാരോട് പറയുന്നു ഞാനിപ്പോൾ ഇതാ ദൂതനെ ഇറക്കുന്നു, തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഞാൻ ഈ ഭാഗം പഠിക്കുമ്പോൾ അതെനിക്ക് വളരെ വ്യക്തമായി. ദൂതന്മാർ മധ്യസ്ഥരല്ല, അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങളുടെ വാക്കിന്റെ പിറകിൽ ഇറങ്ങുന്നവരല്ല ദൂതന്മാർ. നിങ്ങളുടെ വാക്കിന് ചുവട് വയ്ക്കുന്നവരല്ല ദൂതന്മാർ. ശ്രദ്ധിക്കുക, സങ്കീർത്തനം 103:20 നമ്മളുടെ കുറിവാക്യം, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാരെ അവനെ വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ, ദൈവത്തിന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ പുറപ്പെടുന്നവരാണ് ദൈവത്തിന്റെ സൈന്യം അഥവാ ദൈവത്തിന്റെ ദൂതന്മാർ. ആ ദൈവം നമുക്ക് വേണ്ടി അത് സെറ്റ് ചെയ്തിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. ഭാരത രാജ്യത്തിലെ ജനങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി സൈന്യം എഴുന്നേറ്റ് നിൽക്കുന്നു. ഓരോ രാജ്യത്തിന്റെയും സൈന്യം ആ രാജ്യത്തിനു വേണ്ടിയും ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നു. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്ന മനുഷ്യരെന്ന് പറയുന്ന നമ്മളുടെ കമാൻഡ്മെന്റ് കേൾക്കാൻ നിൽക്കുന്നവരല്ല, നമ്മുടെ കമാൻഡ്മെന്റിൽ മൂവ് ചെയ്യുന്നവരല്ല. അവരുടെ സൈന്യാധിപനായ യഹോവ, അവന്റെ വാക്കിന്റെ മുൻപിൽ, അവന്റെ ആജ്ഞയുടെ മുമ്പിൽ അവൻ പുറപ്പെടും. സർവോപരി ഞാൻ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്ന ഒരു ട്രൂത്ത്, ദൈവവചനം നാം പറയുമ്പോൾ, ദൈവവചനം നാം പ്രഖ്യാപിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന്റെ ആജ്ഞ, അവന്റെ ശബ്ദം എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ദൈവദൂത സൈന്യം ചലിക്കുന്നത് നമ്മളുടെ എന്തോ കലബല പറയുന്ന ശബ്ദത്തിനകത്തല്ല, നമ്മൾ അടിക്കുന്ന വാചകമടിക്കകത്തല്ല ദൂതന്മാർ ചലിക്കുന്നത്. ദൈവത്തിന്റെ ദൂതന്മാർ എപ്പോഴും മൂവ് ചെയ്യുന്നത് ദൈവവചനത്തിന്റെ മുൻപിലാണ്. ദൈവത്തിന്റെ ദൂതന്മാർ മൂവ് ചെയ്യുന്നത്, അവരുടെ പ്രവർത്തികൾ അവർ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ കൽപ്പനയുടെ മുൻപിലാണ്. അങ്ങനെങ്കിൽ അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിന്റെ കാൽ ഒരു കല്ലിൽ പോലും തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. എന്റെ കാൽ, സങ്കീർത്തനം 91:12, എന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ദൂതന്മാരെ, ഹല്ലേലൂയ, എനിക്ക് സംരക്ഷണത്തിനായി അവൻ നിർത്തുന്നു. അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹല്ലേലൂയ. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്, അങ്ങനെയല്ലേ 12-ാം വാക്യത്തിൽ, നിന്റെ എല്ലാ 11-ാം വാക്യത്തിൽ, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പൊ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ, ഗാർഡ് ചെയ്യുവാൻ ദൈവം ആരെ അസൈൻ ചെയ്യുന്നു, ദൈവം ആർക്ക് ഓർഡർ കൊടുക്കുന്നു, ദൈവം ആരെ ചാർജ് ചെയ്യുന്നു, ദൈവത്തിന്റെ ദൂതന്മാരെ ചാർജ് ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മള് പലരും ചിന്തിക്കാറുണ്ട്, ആ ദൂതന്മാരെ ഞാൻ പോവുകയാണ്, നിങ്ങൾ എൻ്റെ നടക്കത്തില്ല. ദൈവത്തോട് പറയണം, യേശു കർത്താവേ, സ്വർഗീയ പിതാവേ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞാൻ ഇങ്ങനൊരു കാര്യത്തിന്റെ നടുവിലൂടെ പോകുന്നു, നിന്റെ ദൂതന്മാരെ നീ എനിക്കായി കാവലായി നിർത്തണമേ, നിന്റെ ദൂതന്മാരെ നീ എനിക്കായി അയക്കണമേ. ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി അലോ ചെയ്യണം. ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യണം. കാരണം ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളുടെ എല്ലാ വഴികളിലും നിങ്ങളെ കാക്കണമെങ്കിൽ ആ ദൂതന്മാർക്ക് കൽപ്പന കൊടുക്കേണ്ട, കൽപ്പിക്കേണ്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംരക്ഷിച്ചത് ദൈവമാണ്, നമ്മളെ ഇവിടം വരെ നടത്തിയത് ദൈവമാണ്. ദൈവദൂതന്മാർക്ക് കൽപ്പന കൊടുത്ത്, ദൈവദൂതന്മാരെ ചാർജ് ചെയ്ത് നമുക്ക് വേണ്ടി അവരെ മുൻപിൽ അയച്ചത് നമ്മുടെ ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഹത്വം ദൂതന്മാർക്കല്ല, മഹത്വം മനുഷ്യർക്കല്ല, പുകഴ്ചയും ബഹുമാനം ലോകത്തിലെ ആർക്കുമല്ല, നാം സേവിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക്. അവന്റെ വലിപ്പത്തെ തിരിച്ചറിയുക, അവന്റെ മഹത്വത്തെ മനസ്സിലാക്കുക. ആ കർത്താവിന് ഈ സഭായോഗത്തിങ്കിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുക. അപ്പോൾ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ ദൂതന്മാരോട് കൽപ്പിക്കും.
ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന അവന്റെ വീരന്മാരായ ദൂതന്മാരായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ. അപ്പോൾ ഗാർഡിങ് ഏഞ്ചൽസ്, നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. വായിക്കാൻ 2-3 വാക്യങ്ങളുടെ സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. സങ്കീർത്തനം 8:4-5. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ, 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടു, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ നീ സന്ദർശിക്കേണ്ടതിന് അവനെന്ത് മാത്രം. അടുത്ത വാക്യം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, നമ്മളെ ദൈവം ഓർക്കാൻ നമ്മൾ എന്താണ്, നമുക്ക് ഈ സംരക്ഷണം അനുവദിക്കാൻ നമ്മൾ എന്താണ്? നമുക്കൊന്നും പറയാനില്ല, നമുക്കൊരു പുകഴ്ചയും പറയാനില്ല. പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ദൂതന്മാരുടെ സ്തുതികളിൽ അധിവസിക്കുന്നവനെ, കെരൂബുകൾക്ക് മീതെ വസിക്കുന്നവനെ, ഓ പ്രധാന ദൂതന്മാർക്ക് ആജ്ഞ കൊടുക്കുന്നവനായ ദൈവമേ, എന്നെ കാവൽ ചെയ്യുന്നതിനായി, എന്നെ സംരക്ഷിക്കുന്നതിനായി, ഓരോ ദിവസവും നീ എന്നെ വഴി നടത്തുന്നതിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് ദൈവമുൻപാകെ നെടുമ്പാട് വീണ് പറയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കർത്തൃദാസനെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നിങ്ങളെ ഗൈഡ് ചെയ്യുവാൻ ദൈവം ഒരു ഏഞ്ചലിനെ അസൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ഞാൻ തെളിയിക്കുന്ന ഒരു ഭാഗം വായിക്കാൻ പോകുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 18-ന്റെ 10-11 വാക്യങ്ങൾ. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കർത്താവ് പറയുകയാണ്, അവരുടെ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ വാക്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ മനഃപൂർവ്വമായി തുച്ഛീകരിപ്പാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിക്കണം. ആരെയും പരിഹസിക്കുവാനും ആരെയും തുച്ഛീകരിക്കാതിരിക്കുവാനും നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എന്താ കാരണം? സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ, അവരെന്ന് പറഞ്ഞത് ആരാണ്? ആ ചെറിയവർ, ആ മനുഷ്യർ, അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ എന്നോടൊപ്പം നിൽക്കുന്ന, നിങ്ങളോടൊപ്പമായിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ ദൂതന് ദൈവത്തിന്റെ മുഖം ഇപ്പോഴും കാണാൻ കഴിയുന്നു. ആ ദൈവത്തിന്റെ ദൂതന് ഏതു സമയവും നിമിഷങ്ങൾക്കകത്ത് മൂവ് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ദൈവദാസനെ കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഹോദരനെ, രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പരിഹസിക്കുമ്പോൾ, തുച്ഛീകരിക്കുമ്പോൾ, മണ്ടനാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, അവരോടൊപ്പം നിൽക്കുന്ന, അവർക്ക് വേണ്ടി ദൈവം അസൈൻ ചെയ്തിരിക്കുന്ന, ചാർജ് ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന് അത് കേൾക്കാം, അത് കാണാം. ആ ദൂതൻ ദൈവത്തിന്റെ മുഖം കാണുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല, ഈ ചെറിയവരാരും ഒറ്റയ്ക്കല്ല. ദൈവമക്കളെ, നിങ്ങൾ തനിച്ചല്ല. നിങ്ങളെ സംരക്ഷിക്കുവാൻ, നിങ്ങളോടൊപ്പം നിൽക്കുവാൻ ഒരു ദൂതൻ ഉള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ. അവരുടെ ദൂതന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി പേഴ്സണലി ദൈവം അസൈൻ ചെയ്ത ദൂതന്മാർ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ അരികിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ആ ദൈവത്തിന്റെ ദൂതന് ദൈവമുഖം കാണുവാൻ കഴിയുന്നു, സ്വർഗം കാണുവാൻ കഴിയുന്നു. അതെ, ഈ രാജ്യം എത്ര ശക്തമാണ്, ഈ രാജ്യം എത്ര ശക്തമാണ്. ഓരോ ദൈവ പൈതലിന് വേണ്ടി, ദൈവരാജ്യത്തിലെ ഓരോ വിശുദ്ധന് വേണ്ടി, ഓരോ വിശുദ്ധയ്ക്കു വേണ്ടിയും, ഓരോ ദൈവ പൈതലിന് വേണ്ടിയും ദൈവം അവർക്കായി അവരുടേതായി ഒരു ദൈവദൂതനെ നിലനിർത്തിയിരിക്കുന്നു. അവരുടെ ദൂതന്മാർ, അവരുടെ ദൂതന്മാർ, ഈ ചെറിയവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു. വിശ്വസിക്കാൻ കഴിയുമോ? ആമേൻ. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത് എന്ന് എഴുതിയിരിക്കുമ്പോൾ, എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, എന്നെ ഗാർഡ് ചെയ്യുന്നൊരു ദൈവദൂതൻ എൻ്റെ ഒപ്പമുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഗാർഡിങ് ഏഞ്ചൽസിനെ കുറിച്ച് ഇനിയും
ധാരാളം പറയാനുണ്ട് സഹോദരങ്ങളെ. സങ്കീർത്തനം 91:10 നമ്മൾ വായിച്ചു. സങ്കീർത്തനം 34:7 അതുകൂടെ വായിച്ചു നിർത്താം. പറയാൻ ഒത്തിരി ഉണ്ട്. സങ്കീർത്തനം 34:7 വാക്യം വായിക്കാം. 34:7. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. എലീശായുടെ കാലഘട്ടത്തിൽ നമുക്കിത് കാണാം. ഞാൻ ഇനി ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരെ ഗാർഡ് ചെയ്യുന്നു. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രതികൂലങ്ങളുടെ വെല്ലുവിളികളുടെ നടുവിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഏകരല്ല. നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അവൻ നിയോഗിച്ചാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. എത്രയോ മുൻപിൽ കയറി വന്ന പ്രതിസന്ധികളെ അവൻ തട്ടിമാറ്റി, നിങ്ങൾ പോലും കാണാതെ എത്രയോ അപകടങ്ങളെ അവൻ ഒഴിവാക്കി. വെളിപ്പെട്ട എത്രയോ അപകടങ്ങൾ, മരണത്തിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളെ തട്ടിമാറ്റി. എത്രയോ പ്രതിസന്ധികളിൽ ഈ കാലഘട്ടം വരെ, ഈ നിമിഷം വരെ നമ്മുടെ ദൈവം നമ്മളെ സംരക്ഷിച്ചു. ഞാൻ ദൈവദൂതന്മാരിൽ 4 കൂട്ടരെ കുറിച്ച് പറഞ്ഞു. 1 ആർക്കേഞ്ചൽസ്, പ്രധാന ദൂതന്മാർ. 2 സാറാഫുകൾ. 3 കെരൂബുകൾ. 4 സംരക്ഷിക്കുന്ന, ഗാർഡിങ് ഏഞ്ചൽസ്. 5-ാമത്തെ കൂട്ടർ ജീവികൾ എന്നാണ് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ ദൂതന്മാരെ സ്വർഗത്തിൽ ധാരാളമായി നമ്മൾ കാണുന്ന ദൂതന്മാരാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ അത് കാണുന്നുണ്ട്. സിംഹാസനത്തിന് മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുൻപും പിൻപുറവും കണ്ണ് നിറഞ്ഞിരുന്നു. ഈ ഏഞ്ചൽസിനെ കുറിച്ചെല്ലാം പറയുമ്പം എന്തോ ഒരു സംഭവമല്ല പറയുന്നത്, വ്യക്തമാണ്. എഗസ്കേൽ കെറൂബുകളെ കുറിച്ച് എത്ര വ്യക്തമായിട്ടാണ് അവരുടെ രൂപം പറഞ്ഞത്. ജീവികളെ കുറിച്ച് എത്ര വ്യക്തമായിട്ടാണ് ഈ രൂപം വ്യക്തമാക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരാണ്, നമ്മുടെ ചിന്തകൾക്കും ബുദ്ധികൾക്കും ഒക്കെ അതീതമാണിത്. ഹല്ലേലൂയ. എന്നാൽ ഇത്ര വലിയവനായ ദൈവം, ഓർക്കുക, ഞാൻ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഇത്ര വലിയവനായ ദൈവമാണ് വേഷത്തിൽ മനുഷ്യനായി താണഭൂമിയിലേക്ക് വന്നെന്ന് ഓർക്കണം. ഈ കെരൂബുകൾക്ക് മീതെ വസിക്കുന്ന, ഈ ആർക്കേഞ്ചൽസിന്, പ്രധാന ദൂതന്മാർക്ക് കൽപ്പന കൊടുക്കുന്ന, സാറാഫുകളുടെ ആരാധനയിൽ വസിച്ച യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ എൻ്റെ പിതാവിനോടൊന്ന് പറഞ്ഞാൽ 12 ലഗ്യോനിലും അധികം ദൂതന്മാർ ഇവിടെ വരുമെന്ന്. ഗെത്സമന തോട്ടത്തിൽ വെച്ചല്ലേ കർത്താവ് പറഞ്ഞേ, ഞാൻ ഒരു വാക്കിപ്പൊ പറഞ്ഞാൽ 12 ലഗ്യോ. ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 6,000 അല്ലേ? അപ്പൊ 12 ലഗ്യോൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 72,000 ദൂതന്മാർ ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞാൽ ഇവിടെ വരുമെന്ന യേശു പറഞ്ഞേ. ഇല്ലാത്ത ഒരു കണക്കും ഇല്ലാത്ത ഒരു കഥയും യേശു പറയില്ല. ഇല്ലാത്തതൊന്ന് യേശു പ്രസ്താവിക്കില്ല. 72,000-ത്തിലധികം ദൂതന്മാരെ എൻ്റെ ഒറ്റ വാക്കിൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞെങ്കിൽ അത്രയുണ്ട് സഹോദര, അതിലും ഉണ്ട് സഹോദരി. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു ലഗ്യോൻ റോമൻ പട്ടാളക്കാരുടെ 6000 പട്ടാളക്കാരുടെ ഒരു ബറ്റാലിയനെ, ഒരു സെറ്റിനെയാണ് ലഗ്യോൻ എന്ന് പറയുന്നത്. അതാണ് 6000 ഭൂതം ശരീരത്തിൽ ബാധിച്ച മനുഷ്യനെ അവൻ ലഗ്യോൻ എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. യേശു പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ പിതാവിനോടൊന്ന് അപേക്ഷിച്ചാൽ 12 ലഗ്യോൻ ദൂതന്മാർ ഇവിടെ വരുമെന്നാ പറഞ്ഞത്. 72,000-ത്തിലധികം ഏഞ്ചൽസ്. ഇല്ലാത്തത് യേശു പറയില്ല, ഉള്ളതേ പറയുള്ളൂ. ഞാൻ ഇതെല്ലാം വായിക്കുമ്പോൾ, ഇതെല്ലാം ധ്യാനിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വലിപ്പം, അവൻ്റെ മഹത്വം, അവൻ്റെ ശ്രേഷ്ഠത, അവൻ്റെ അധികാരം എത്ര ശക്തമാണ്. ഹല്ലേലൂയ. വെളിപ്പാട് 5:6 മുതലുള്ള ഭാഗങ്ങളിൽ, വെളിപ്പാട് 5:6 മുതലുള്ള ഭാഗങ്ങളിലും ഈ ജീവികളെ കുറിച്ച് വ്യക്തമാക്കുന്നു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലും ഈ ജീവികളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമീൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. ഈ 24 മൂപ്പന്മാരും ഈ ദൂതന്മാരും
ഓ ഹല്ലേലൂയ. 24 എൽഡേഴ്സും ഈ ഏഞ്ചൽസും നമ്മുടെ കർത്താവിന്റെ മുൻപിൽ വീണ് നമസ്കരിച്ചു, വീണ് ആരാധിച്ചു. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലും നാം അത് വ്യക്തമായി കാണുന്നു. അപ്പോൾ 4 ജീവികൾ, ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. അങ്ങനെ ക്രീച്ചേഴ്സ്, ലിവിങ് ക്രീച്ചേഴ്സിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ദൂതന്മാരുടെ 5 കൂട്ടങ്ങളെ കുറിച്ച് ഞാനിവിടെ വായിച്ചു. ദൂതൻ എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ നമുക്കിത് പഠിക്കണ്ടേ, നമ്മളിത് മനസ്സിലാക്കണ്ടേ? ഹല്ലേലൂയ. ദൈവദൂതന്മാരുടെ കൂട്ടങ്ങൾ, ദൈവദൂതന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ പൊസിഷനുകൾ. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ദൂതന്മാരുടെ യാഥാർത്ഥ്യമോ എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്കറിയുമോ? ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് മനുഷ്യർക്ക്, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ വായിക്കുന്ന പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവജനത്തിന് 104 സന്ദർഭങ്ങളിൽ പ്രത്യക്ഷമായിട്ടുണ്ട്. നമ്മൾ പറയും, ഇതൊക്കെ പറയുന്നതല്ലേ ഉള്ളൂ പാസ്റ്റർ, ഇതൊക്കെ വായിക്കുന്നതല്ലേ ഉള്ളൂ, ഇതുപോലും വായിച്ചിട്ടില്ലായിരുന്നു, ഇതൊന്നും അറിയലായിരുന്നു. എന്നാലും ചിന്തിക്കും, ഇതൊക്കെ പറയുന്നതല്ലേ ഉള്ളൂ, ഇതെല്ലാം വായിക്കുന്നതല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കും. പറയുകയും വായിക്കുകയും ചെയ്യുന്ന മാത്രമല്ല പ്രിയപ്പെട്ടവരെ, 104 വ്യക്തികൾക്ക് വേദപുസ്തകത്തിനകത്ത് ദൂതന്മാർ പ്രത്യക്ഷമായിട്ടുണ്ട്. അബ്രഹാമിന് 3 തവണ ദൈവദൂതന്മാർ പ്രത്യക്ഷമായി. ഹല്ലേലൂയ. ദൂതന്മാരുടെ പടം ഗൂഗിളിൽ ഇല്ല, എങ്ങൊന്നും കിട്ടുകയില്ല. ദൈവത്തിന്റെ ഫോട്ടോ എങ്ങൊന്നും കിട്ടുകയില്ല, ഉറപ്പായിട്ടും കിട്ടുകയില്ല. ഞാനത് വിശ്വസിക്കുന്ന മനുഷ്യനാണ്. ഹല്ലേലൂയ. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, ചിത്രങ്ങൾ സംസാരിക്കുമല്ലോ, ചിത്രങ്ങൾ സംസാരിക്കും. അതിന് വേണ്ടിയിട്ട് 2-3 ചിത്രങ്ങൾ കാണിക്കുന്നു. ദാറ്റ് ഇസ് നോട്ട് എ റിയാലിറ്റി, അത് യാഥാർത്ഥ്യമല്ല. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ കാണിക്കും. ഞാൻ ആ ഭാഗം ഒന്ന് വായിപ്പിക്കാൻ പോവുകയാണ്. അബ്രഹാമിന് 3 പ്രാവശ്യം കർത്താവിന്റെ ദൂതന്മാർ പ്രത്യക്ഷമായി. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. അബ്രഹാം കൂടാരവാതിക്കലായിരിക്കുമ്പോൾ തന്നെ വിസിറ്റ് ചെയ്തതായ, തന്റെ ഭവനത്തെ വിസിറ്റ് ചെയ്തതായ 3 ദൈവദൂതന്മാർ അവരുടെ മുമ്പിൽ നെടുമ്പാട് വീണു. അബ്രഹാം നെടുമ്പാട് വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അവരെ വീണ് നമസ്കരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി 22-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 11-ാം വാക്യം വേഗം. യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവെക്കരുത്. അപ്പോൾ 1-ാമത്തെ ഇടപെടിയിൽ അബ്രഹാമിന്റെ ഭവനത്തിൽ അബ്രഹാമിനെ സന്ദർശിച്ച് അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ കൊടുത്ത ദൈവത്തിന്റെ ദൂതന്മാർ. 2-ാമത്തെ സന്ദർഭം മമ്രയുടെ തോപ്പിൽ, ആ മോറിയായുടെ മലയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതന്മാർ. 3-ാമത്തെ സന്ദർഭം 15-ാം അധ്യായത്തിലുണ്ട്, വായിക്കാൻ നേരെയില്ല. അങ്ങനെ 3 തവണ തിരുവെഴുത്തുകളിൽ തന്നെ അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് ദൈവദൂതന്മാർ പ്രത്യക്ഷമായി. ഹല്ലേലൂയ. ആ ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത അബ്രഹാമിന്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കി. 2-ാമത് നമുക്കിങ്ങനെ ഒരു ഓർഡറിൽ പറഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഹാഗാറാണ്. ഹാഗാറിന് 2 പ്രാവശ്യം ഹല്ലേലൂയ ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ വേഗത്തിൽ. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, ശൂരിന് പോകുന്ന വഴിയിൽ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൾ, ഞാൻ എൻ്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകുകയാകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതവണ്ണം പെരുപ്പമുള്ളതായിരിക്കും. ദൈവത്തിന്റെ ദൂതന്മാർ ദൂത് കൈമാറുന്നു. ആർക്ക്? മെസ്സഞ്ചേഴ്സ് മെസ്സേജ് പാസ് ചെയ്യുന്നു. അബ്രഹാമിന്,
അബ്രഹാമിനും കുടുംബത്തിനും ദൈവം മെസ്സേജ് കൊടുക്കുന്നു ദൂതന്മാരിലൂടെ. മോറിയായുടെ മലമുകളിൽ ബാലന്റെ മേൽ കൈവെക്കരുത്, ദൈവം നിന്നെ കരുതിയിരിക്കുന്നു എന്ന സന്ദേശം ദൂതന്മാർ കൊടുക്കുന്നു. 15-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ അബ്രഹാമിനെ സന്ദർശിക്കുന്നു, ദൂത് കൈമാറുന്നു. ഇതാ ഹാഗാറിനോട് ദൂത് കൈമാറുന്നു. മരുഭൂമിയിൽ ബാലൻ കുഞ്ഞ് വളരെ തളർന്ന് ക്ഷീണിച്ചു കിടക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിനോട് ഇടപെടിയിൽ നടത്തുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തമാശ പറയാനും സീരിയസ്നെസ് ഇല്ലാത്തൊരു കാര്യത്തിനും ഒന്നും ഏഞ്ചൽസ് അപ്പിയർഡ് ആകുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ. ഇപ്പം പലരും പറയുന്നുണ്ട്, എനിക്ക് ദൂതനെ കാണണേ, പ്രാർത്ഥിക്കാറോ, എനിക്ക് ഇപ്പൊ ദൂതനെ കാണണം, ദൈവമേ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. നിങ്ങളെ അങ്ങനെ വെറുതെ കാണിക്കാനൊന്നും ദൈവത്തിന് പറ്റുകയില്ല. ഇത് ആൾക്കാർക്ക് ഇതിന്റെ സീരിയസ്നെസ്സോ ഇതിന്റെ ആഴമോ ദൈവം ആരാന്നൊന്നും അറിയില്ല. ഏതാണ്ടൊക്കെ എവിടാണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. ആ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാ ഞാൻ ദൂതനോട് കൽപ്പിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ദൂതനോട് കൽപ്പിക്കാനൊക്കെ ഇല്ല. എനിക്കും അങ്ങനെ പണ്ട് ഈ അറിവില്ലായ്മയുടെ കാലത്ത് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ഭാഗം പഠിക്കുമ്പോൾ, ആഴമായി വായിക്കുമ്പോൾ, ദൂതന്മാർക്ക് ആജ്ഞ കൊടുക്കുന്നത് ദൈവമാണ്, ദൂതന്മാരെ അസൈൻ ചെയ്യുന്നത് ദൈവമാണ്. ദൈവത്തോട് ആവശ്യപ്പെടുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തെ വലുതായി കാണുക. ദൈവമാണ് സൈന്യാധിപൻ, ദൈവമാണ് സർവശക്തൻ ആയവൻ. ഹല്ലേലൂയ. ലോത്തിനും സോദോമ്യർക്കും, ഞാൻ ആ ഭാഗത്തിലോട്ട് വരുന്നില്ല, ലോത്തിനും സോദോമ്യർക്കും ദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായി. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യം. യാക്കോബിന് ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത 3 തവണ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, വീടും നാടും ഊരും എല്ലാം വിട്ട് ഏകനായി വന്ന യാക്കോബ് കല്ല് തലയിണയായി വെച്ച് അത്ര സുഖമല്ലാത്ത ഉറക്കത്തിന്റെ നടുവിൽ യാക്കോബ് ഉറങ്ങുമ്പോൾ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. എന്താണ് ആ സ്വപ്നം? സ്വർഗത്തോളം എത്തുന്നൊരു ഗോവേണി. ഉൽപ്പത്തി 28:12 ഒന്ന് വായിക്കാമോ? അവനൊരു സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നൊരു കാഴ്ച യാക്കോബ് കണ്ടു. ആ ഒരു സ്വപ്നം, ആ ഒരു ഡ്രീം, അവിടെ വെച്ച് യാക്കോബ് എടുത്ത ചില തീരുമാനങ്ങൾ അവന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റി, അവന്റെ ജീവിതത്തിന്റെ നിലവാരങ്ങളെ മാറ്റി. ഹല്ലേലൂയ. ഉൽപ്പത്തി 31:11 വായിച്ച യാക്കോബിനുണ്ടായ രണ്ടാമത്തെ പ്രത്യക്ഷത. ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, നീ തല പൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളെ നോക്കുക. സ്വപ്നത്തിൽ ദൈവത്തിന്റെ ദൂതൻ യാക്കോബിനോട് ഇടപെട്ടു, സംസാരിച്ചു. 32-ാമത്തെ വാക്യവും കൂടെ നോക്കാവോ കർത്തൃദാസനെ? യാക്കോബ് തന്റെ വഴിക്ക് പോയി, ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് മഹനീം എന്ന് പേരിട്ടു. ഒന്നാമത് ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായ സ്ഥലത്തിന് യാക്കോബ് ബഥേൽ എന്ന് പേർ വിളിച്ചു. രണ്ടാമത് ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രത്യക്ഷത വെളിപ്പെട്ട സ്ഥലത്തിന് മഹനീയം എന്ന് പേർ വിളിച്ചു. ദൈവത്തിന്റെ സൈന്യം വെളിപ്പെട്ട സ്ഥലത്ത്. അപ്പോൾ യാക്കോബിനുണ്ടായ ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത. മോശയെക്കുറിച്ച് പറയാൻ നേരം പോരാ. മോശയ്ക്ക് മുൾപ്പടർപ്പിന്റെ നടുവിൽ ഉണ്ടായ പ്രത്യക്ഷത ഉൽപ്പത്തി 3:2 വാക്യം. പുറപ്പാട് 3:2 വാക്യം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവിടെ യഹോവയുടെ ദൂതൻ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷമായി. എന്നിട്ട് എന്നാ പറഞ്ഞേ? അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ. സമയപരിമിതികൾ കൊണ്ട് ഞാൻ പറയട്ടെ, ആ ദൈവദൂതന്റെ പ്രത്യക്ഷത, ആ എൻകൗണ്ടർ മോശയുടെ ചരിത്രത്തെ മാറ്റിമറിച്ചോ ഇല്ലയോ? മാറ്റിമറിച്ചു. യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവദൂതന്റെ സ്വപ്നം, പ്രത്യക്ഷത യാക്കോബിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചോ ഇല്ലയോ? മാറ്റിമറിച്ചു.
തിരുവെഴുത്ത് വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും അത് വ്യക്തമാണ്. ഹല്ലേലൂയ. ഹാഗാറിന്റെ ജീവിതത്തിൽ ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത വ്യത്യാസങ്ങൾ ഉണ്ടാക്കി. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത വ്യത്യാസമുണ്ടാക്കി. അപ്പൊ ഇത്ര വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഞാൻ പഠിപ്പിക്കുന്നതും ഞാൻ പ്രസംഗിക്കുന്നതും. എന്നാൽ അത് വളരെ ആഴമായി ശോധന ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യമാണ്. ബിലയാം എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ജനത്തെ ശപിക്കുവാൻ, ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായി പുറപ്പെട്ടപ്പോൾ ബിലയാമിനോട് വഴിത്തലയ്ക്കൽ വെച്ച് സംസാരിച്ച ദൈവത്തിന്റെ ദൂതൻ, ചരിത്രത്തിൽ ആദ്യമായി ഒരു കഴുത ഹീബ്രു പറഞ്ഞു, എബ്രായ ഭാഷ പറഞ്ഞു. ദൈവത്തിന്റെ ദൂതൻ ബിലയാമിനെ തടഞ്ഞു, മുൻപോട്ട് പോകാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഈ ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത വിവിധ നിലകളിൽ കാണുന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് 1-2 കാര്യങ്ങളൊന്ന് കാണിക്കാം. അതിന്റെ 5-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം വേഗത്തിൽ വായിക്കാം. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. 23-ന്റെ 20 മുതൽ 23 വരെ വായിക്കാമോ? റഫറൻസുകൾ. ജീസസ്, താങ്ക് യു ലോർഡ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ. പുറപ്പാട് പുസ്തകം ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും നിന്നെ നിയമിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നെ എത്തിക്കേണ്ടതിനും ഞാൻ ഇതാ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. അപ്പം ദൈവമാണ് ദൂതന്മാരെ ചാർജ് ചെയ്യുന്നത്, ദൈവമാണ് അവരെ അസൈൻ ചെയ്യുന്നത്, ദൈവമാണ് സൈന്യങ്ങളുടെ അധിപതി, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കാമോ? 21-ാമത്തെ വാക്യം. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം, അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. എന്റെ നാമം അവനിൽ ഉണ്ട്. എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോട് കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. നിന്നെ പകയ്ക്കുന്നവരെ പകയ്ക്കുവാൻ, നിന്നെ ഞെരുക്കുന്നവരെ ഞെരുക്കുവാൻ, നീ പ്രത്യാശിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന ശുഭ തുറമുഖത്ത് നിന്നെ എത്തിക്കുവാൻ, ആ ലക്ഷ്യസ്ഥാനത്ത് നിന്നെ എത്തിക്കുവാൻ ഞാനൊരു ദൂതനെ നിന്റെ മുൻപിൽ നിനക്കായിട്ട് അയക്കും. ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ നീങ്ങപ്പെടുവാൻ, എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അവിടുത്തെ ദൂതനെ അയച്ച് എന്നെ വിടുവിക്കണമേ, എൻ്റെ തലമുറകളെ വിടുവിക്കണമേ എന്ന് സൈന്യാധിപനോട് അപേക്ഷിക്കാം. അവൻ ആജ്ഞ കൊടുക്കട്ടെ, അവൻ ദൂതന്മാർക്ക് കൽപ്പന കൊടുക്കട്ടെ. സൈന്യങ്ങളുടെ ദൈവത്തിന് നന്ദി കരയേറ്റാം. ഗിദയോൻ എന്ന് പറയുന്ന മനുഷ്യന് ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായി. എപ്പോഴാണ്? ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള ഭാഗങ്ങൾ വായിക്കാം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദയോൻ ഗോതമ്പ് മിദ്യാനരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാനരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ. മിദ്യാന്യ ശക്തികൾ ഇസ്രായേൽ ജനത്തിന്റെ വിളവുകളും നന്മകളും മുടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ദൈവജനം അനുഭവിക്കേണ്ട നന്മകളെ ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യത്തിൽ ദൈവം തൻ്റെ ദൂതനെ ഗിദയോന്റെ അടുക്കലേക്ക് അയക്കുന്നു. ഗിദയോന്റെ അടുക്കലേക്ക് അയച്ചിട്ട്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഗോതമ്പ് പൊടിച്ചുകൊണ്ട് നിൽക്കുന്ന ഗിദയോനോട് ദൂതൻ അറിയിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ആ ഒരു എൻകൗണ്ടർ ഗിദയോന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചോ ഇല്ലയോ?
ഡെഫിനറ്റ്ലി മാറ്റിമറിച്ചു. ഞാൻ നേരമില്ലാത്തോണ്ട് വേഗത്തിൽ ആ റെഫറൻസുകൾ പറഞ്ഞു പോകുന്നു. മനോഹയുടെ ഭാര്യ, അവർക്കുണ്ടായ ദൈവദൂതന്റെ ഇടപെടൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള ഭാഗങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാമോ? ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. മനോഹയ്ക്കും കുടുംബത്തിനും, മനോഹയുടെ കുടുംബത്തിന് ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത വെളിപ്പെട്ടപ്പോൾ മനോഹയുടെയും കുടുംബത്തിന്റെയും സ്ഥിതികൾക്ക് വ്യത്യാസമയച്ച് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ദാവീദിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. 2 ശമൂവേൽ 24-ാം അധ്യായം, 1 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായം. ഏലിയാവ് എന്ന് പറയുന്ന ദൈവപുരുഷന് ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത 4 തവണ ഉണ്ടായിട്ടുണ്ട്. റഫറൻസുകൾ നോട്ട് ചെയ്തോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 5 മുതൽ 7 വരെ. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 3 മുതലുള്ള ഭാഗങ്ങൾ. ഏലിയാവിന്റെ ഒപ്പം നടന്ന ഏലിയാവിന്റെ സഹശുശ്രൂഷകനായിരുന്ന ഏലീശയ്ക്കും ഏലീശയുടെ ദാസനും ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 17 വരെ. അശൂര്യർക്ക് ഉണ്ടായ ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 35-ാം വാക്യം. യെശയ്യാവിന്റെ പ്രവചനം 37-ാം അധ്യായം 36-ാം വാക്യം. അതൊന്ന് വായിക്കാമോ? അതിന്റെ ആ ഒരു മനോഹരത്വം ഒന്ന് കാണണമെങ്കിൽ യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 37-ന്റെ 36-ാം വാക്യം പെട്ടെന്നൊന്ന് വായിക്കാമോ? ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവചനം 37-36-ാം വാക്യം. എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. യഹോവയുടെ ഒരു ഒറ്റ ദൂതൻ ഇറങ്ങി അശൂർ പാളയത്തിൽ നിന്ന് 185,000 പേരെ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. 185,000 പേരെ ഒരൊറ്റ ദൂതൻ ഇറങ്ങി ഒറ്റ രാത്രി കൊണ്ട് തീർത്തു കളഞ്ഞു. ഒരു ദൂതൻ, യഹോവയുടെ സൈന്യത്തിലെ ഒരു ദൂതൻ അത് ചെയ്തു. നിങ്ങൾ ഓർക്കേണ്ടതായ ഒരു കാര്യം, ദൈവത്തിന്റെ സൈന്യം ഇത്ര ശക്തമാണെങ്കിൽ, അതിലെ ഒരു ദൂതൻ ഇത്ര ശക്തനാണെങ്കിൽ, ഈ ദൈവം ആരാ? അവന്റെ വലിപ്പം എന്നാ, അവന്റെ ശക്തി എന്നാ, അവന്റെ മഹത്വം എന്നാ? ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എബ്രായ ബാലന്മാർ ശത്രുക്, മേശക്, അബേദവും എറിയുന്ന തീച്ചുളയിൽ. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 25 മുതൽ 28 വരെ. നെബുക്കദ്നേസർ രാജാവിന് വെളിപ്പെട്ട ദൈവദൂതന്റെ പ്രത്യക്ഷത. അതേ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 24 മുതലുള്ള ഭാഗങ്ങൾ. ഈ ദാനിയേൽ എന്ന് പറയുന്ന ദൈവപുരുഷൻ 5 തവണ ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായിട്ടുണ്ട്. 5 തവണ, 5 times. ദാനിയേൽ 6-ന്റെ 28, 8-ന്റെ 16, 9-ന്റെ 21, 10-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള ഭാഗങ്ങൾ, 12-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള ഭാഗങ്ങൾ. അങ്ങനെ 5 തവണ ദാനിയേലിന് ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായി. സക്കറിയ എന്ന പ്രൊഫറ്റിന്, സക്കറിയ പ്രവാചകന് 7 തവണ ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായി. സക്കറിയാവിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള ഭാഗങ്ങൾ, 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 16-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം, 5-ാം അധ്യായത്തിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യം, 6-ാം അധ്യായത്തിന്റെ 4-5 വാക്യം, 12-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. 5 തവണ സക്കറിയാവിന് 7 തവണ സക്കറിയാവിന് ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജോസഫിന് 3 തവണ ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായി. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം, 2-ാം അധ്യായം 13-ാം വാക്യം. ഇതെല്ലാം ജോസഫിനുണ്ടായ പ്രത്യക്ഷമാണ്. നമുക്കറിയാം മറിയത്തിന്റെ അടുക്കൽ ഗബ്രിയേൽ മാലാഖ വെളിപ്പെട്ട് പറഞ്ഞ ആ ദൈവദൂതന്റെ പ്രത്യക്ഷത. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെ. യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സക്കറിയ പുരോഹിതന് ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത. സക്കറിയ പുരോഹിതൻ ആലയത്തിൽ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 20 മുതൽ 38 വരെയുള്ള ഭാഗങ്ങൾ അതാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ആട്ടിടയന്മാർക്കുണ്ടായ ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 9 മുതൽ 14 വരെ. നമ്മുടെ ദൈവമായ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ
ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവദൂതന്മാരുടെ ഇടപെടലുകൾ, മത്തായി സുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൂതന്മാർ യേശു കർത്താവിന്റെ ഉപവാസ സമയത്ത് യേശുവിനെ സ്ട്രെങ്തൻ ചെയ്തു. ലൂക്കോസ് സുവിശേഷം 22-43-ാം വാക്യത്തിൽ ഗതശമനയിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ചോര വിയർപ്പ് പോലെ പൊടിഞ്ഞൊഴുകുമ്പോൾ ആ വ്യഥയുടെ വേദനയുടെ നടുവിൽ ദൈവത്തിന്റെ ദൂതൻ യേശുവിനെ ശക്തീകരിച്ചു. ശിഷ്യന്മാർക്ക് ദൂതന്മാരുടെ പ്രത്യക്ഷതയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ആ ദൂതന്മാരാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ മടങ്ങി വരും. മഗ്ദല മറിയത്തിനും കൂടെയുള്ള സഹോദരിമാർക്കും യേശു കർത്താവിന്റെ കല്ലറയുടെ മുൻപിൽ ദൂതന്മാരുടെ പ്രത്യക്ഷതയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആ സഹോദരിമാർ കല്ലറക്കൽ ചെന്നപ്പോൾ ആ കല്ലറവാതുക്കൽ കല്ല് നീങ്ങിയിരിക്കുന്നതും ദൈവദൂതന്മാർ അവിടെ പ്രത്യക്ഷമായി അവരോട് സംസാരിച്ചതുമായ സാഹചര്യങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസിനും യോഹന്നാനും ഉണ്ടായ ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത അപ്പോസ്തല പ്രവൃത്തി 5-19 വാക്യം. ഫിലിപ്പോസ് എന്ന മനുഷ്യന് ശിഷ്യനുണ്ടായ ദൈവദൂതന്റെ പ്രത്യക്ഷത അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26-ാം വാക്യം. കൊർന്നല്യോസിനുണ്ടായ ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത അപ്പോസ്തല പ്രവൃത്തി 10-3 ആമീൻ 30, 31, 32 വാക്യങ്ങൾ. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ കാരാഗ്രഹത്തിൽ ഇറങ്ങിയ ദൈവദൂതന്മാർ, കാരാഗ്രഹ വാതിലുകൾ ദൂതന്മാർ തുറന്നതായ സാഹചര്യം അപ്പോസ്തല പ്രവൃത്തി 12-7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസിന് ദൈവദൂതന്മാരുടെ ഇടപെടിയിൽ ആ സ്തോത്രം കപ്പലിനകത്ത് ഈശാനമൂലന്റെ നടുവിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ തകരുമെന്നുള്ള സാഹചര്യത്തിൽ ആശ മുഴുവൻ നഷ്ടപ്പെട്ട് ഇറക്കിയ പായും പറന്നുപോയപ്പോൾ രാത്രിയിൽ യഹോവയുടെ ദൂതൻ ആമീൻ പൗലോസിന് പ്രത്യക്ഷമായി പറഞ്ഞു, പൗലോസെ, നീ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ഞങ്ങൾ ദൈവം സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ദൂത് പൗലോസിന് കൈമാറിയ അവസ്ഥ. അപ്പോസ്തല പ്രവൃത്തി 27-23 വാക്യം. യേശു കർത്താവിന്റെ ശിഷ്യനായ യോഹന്നാന് ദൈവത്തിന്റെ ദൂതന്മാരുടെ ഇടപെടൽ, സ്തോത്രം, ദൈവത്തിന്റെ ദൂതന്മാരുടെ ഇടപെടൽ. ഇങ്ങനെ ഞാന് വേദപുസ്തകം വായിച്ച് പഠിച്ച് നോട്ട് ചെയ്ത് തന്നെ 30 പേർക്ക് വ്യക്തിപരമായി ദൈവദൂതന്മാരുടെ ഇടപെടൽ ഉണ്ടായത് കർത്താവിന്റെ ദാസൻ വായിച്ചു. ഇവിടെ റഫറൻസുകൾ ഉൾപ്പെടെ പറഞ്ഞു. പക്ഷെ പറയാൻ നേരെയില്ല. 104 സാഹചര്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്. ഇതിനകത്തുനിന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞ അതിൽ നിന്ന് ഞാൻ മാറുകയാണ്. ഈ 104 സന്ദർഭങ്ങളിലും ഇപ്പോൾ വായിച്ച 30 സാഹചര്യങ്ങളിലും ദൈവദൂതന്മാരുടെ ഇടപെടിയിൽ ഉണ്ടായതിനു ശേഷം വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും അവസ്ഥകൾക്കും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ദൈവദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങിയാൽ പിന്നെ പത്രോസ് കാരാഗ്രഹത്തിലല്ല. ദൈവദൂതൻ ഗിദയോന് പ്രത്യക്ഷമായി കഴിഞ്ഞാൽ പിന്നെ അവർ അടിമത്വത്തിലല്ല. ദൈവദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷമായി കഴിഞ്ഞാൽ പിന്നെ മോശയുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. വായിച്ച ഓരോ ഭാഗങ്ങളും റഫറൻസുകളും സമയമുള്ളപ്പോൾ ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ വലിപ്പം എത്രമാത്രമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞതായ ഒരു പദമുണ്ട് ദൂതന്മാരെ കുറിച്ച്. മത്തായി 22-30 വാക്യം. ഈ ദൈവദൂതന്മാരെന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പെറ്റുപെരുകുന്നതല്ല. ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവദൂതന്മാർക്ക് വംശനാശം സംഭവിക്കുന്നില്ല. ദൈവദൂതന്മാർ എണ്ണത്തിൽ ഓരോ ദിവസം കഴിയുമ്പോഴും വർദ്ധിക്കുന്നില്ല. ദൈവദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല. ദൈവദൂതന്മാർ വിവാഹത്തിന് കൊടുക്കുന്നില്ല. ഒന്ന് വായിച്ച ഭാഗം മത്തായി 22-30. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ മനുഷ്യനുമായി തീരുന്നതായ ഒരു സാഹചര്യത്തെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പോൾ ദൂതന്മാർ അങ്ങനെയാണെന്ന് പറയുന്നത്. അവർ വിവാഹത്തിന് കൊടുക്കുന്നില്ല, അവർ വിവാഹം
കഴിക്കുന്നില്ല. ദൂതന്മാർക്ക് മനുഷ്യനെ പോലെ മരണം ഇല്ല. ദൂതന്മാർ മരിക്കുന്നില്ല. ദൂതന്മാർക്ക് വംശനാശം സംഭവിക്കുന്നില്ല. ദൂതന്മാർ കുടുംബ ജീവിതത്തിലൂടെ പെറ്റുപെരുകുന്നില്ല, വർധനവുണ്ടാകുന്നില്ല. അവർ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അവർ ദൈവത്തിന്റെ സൈന്യമാണ്. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ പകലിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവിന്റെ ദൂതന്മാരെ തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം കാവലാക്കിയിരിക്കുന്നു. ആ ഗാർഡിങ് ഏഞ്ചൽസ് നിങ്ങളോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് കർത്തൃദാസനെ പ്രാർത്ഥിക്കാനുള്ള നേരമായെന്ന് എനിക്കറിയാം, സമയം പോയി എന്ന് എനിക്കറിയാം. ഞാൻ ഈ വിഷയം എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ നിൽക്കുകയാണ്. എത്ര ആഴമുള്ള ഒരു സബ്ജക്റ്റാണിത്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഏറിയാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദൂതന്മാരുടെ ഒരു 5 പ്രവർത്തന മേഖലകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഒന്നാമത്തെ അവരുടെ പ്രവർത്തന മേഖല ദൈവത്തിനായും തൻ്റെ ജനത്തിനായും യുദ്ധം ചെയ്യുക. രണ്ടാമത്തെ അവരുടെ പ്രവർത്തന മേഖല ദൈവത്തെ പാടി ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. മൂന്നാമതായി അവരുടെ പ്രവർത്തന മേഖല വിശുദ്ധന്മാർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. നാലാമത്തെ അവരുടെ പ്രവർത്തന മേഖല ദൈവത്തിൻ്റെ ദൂതുകൾ സ്വപ്നത്തിലൂടെയോ വ്യക്തിപരമായോ കൈമാറ്റം നടത്തുക, ദൂതുകൾ കൈമാറുക. അഞ്ചാമത്തെ അവരുടെ പ്രത്യേകത തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുക. അവരുടെ പ്രാർത്ഥനകളെ തടയുന്ന ശക്തികളെ വെട്ടിമാറ്റി അവരുടെ മറുപടി അവരുടെ കരത്തിൽ ഏൽപ്പിക്കുക. ഞാനിന്നൊരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു എന്ന് എനിക്കറിയാം, പക്ഷെ എത്ര ഗൗരവമുള്ള ഒരു ഭാഗത്തിലാണ് നാം നിൽക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ. ഞാൻ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയട്ടെ. ഈ ദൂതന്മാർ ആരാധിക്കുന്ന, ഈ ദൂതന്മാരുടെ സൈന്യാധിപനായ സർവശക്തനായ യഹോവ, അവൻ വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വന്നു. നിങ്ങൾക്കറിയാമോ, ആ കർത്താവ് ഒന്ന് വാ തുറന്ന് കൽപ്പിച്ചാൽ, ഗതശമനയിൽ യേശു കർത്താവ് അതങ്ങ് പറഞ്ഞു. ഞാനൊന്ന് പറഞ്ഞാൽ ഈ മൂവ്മെന്റിൽ 72,000 ഏഞ്ചൽസ്, 12 ലഗ്യോനിലും അധികം ദൂതന്മാർ ഇവിടെ വരും. അതിൽ ഒരൊറ്റ ദൂതൻ ഇറങ്ങിയ 1,85,000 തീരും. പിന്നാണോ അവിടെ നിൽക്കുന്ന 5 പടയാളി, 5 പട്ടാളക്കാർ. പക്ഷെ കർത്താവ് അത് ചെയ്തില്ല. ദൂതന്മാരുടെ ആരാധനയിൽ ഇരുന്നവൻ, ദൂതന്മാരുടെ കെരൂബുകൾക്ക് മീതെ വസിച്ചവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു. എന്തിനാണെന്നറിയാമോ? ദൂതന്മാരെക്കാൾ അധികം അവൻ നിന്നെ സ്നേഹിച്ചതുകൊണ്ട്, ദൂതന്മാരെക്കാൾ അധികം ഈ ഒന്നുമില്ലാത്ത എന്നെയും നിങ്ങളെയും അവൻ ശ്രേഷ്ഠനായി എണ്ണിയത് കൊണ്ട്. ഈ കർത്താവിനോട് സ്നേഹമുണ്ടോ നിങ്ങൾക്ക്? ഈ കർത്താവിനോട് ബഹുമാനമുണ്ടോ നിങ്ങൾക്ക്? അവന്റെ വലിപ്പത്തിന്, അവന്റെ നാമത്തിന് തക്ക മഹത്വം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഈ പകൽക്കാലം അവന്റെ മഹത്വം, അവന്റെ വലിപ്പം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ഹല്ലേലൂയ, അവന്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ, അവൻ ആരെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ, ആ കരങ്ങളൊന്ന് ഉയർത്തി അതരങ്ങളെ തുറന്ന്, ഓ ഹല്ലേലൂയ, അതരങ്ങളെ തുറന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. ഓ താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതരം തുറന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഇന്ന് പകൽ സംസാരിച്ച ദൈവവചനം, ആ വചനത്തിന്റെ ആജ്ഞ കേട്ട് പുറപ്പെടുന്ന ദൈവദൂതന്മാർ, ഹല്ലേലൂയ,
വിശുദ്ധ ബൈബിളിൽ 104 വ്യക്തികൾക്ക് 104 സന്ദർഭങ്ങളിൽ പ്രത്യക്ഷമായ ദൈവദൂതന്മാർ, 30 ഇടങ്ങളിൽ ദൂതന്മാർ വെളിപ്പെട്ടത് വായിക്കുവാനിടയായി. ഇന്ന് ഈ പകലിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തോടൊന്ന് പറയാമോ, എനിക്കും ഉണ്ടാകട്ടെ കർത്താവേ, എന്റെ ഭവനത്തിലും ഉണ്ടാകട്ടെ കർത്താവേ ഈ അനുഭവങ്ങൾ. ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രത്യക്ഷത ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവരൊക്കെ ചരിത്ര പുരുഷന്മാരായി തീർന്നു. അവരാരും പരാജിതരായി മാറിയില്ല. അവർക്കൊക്കെയും വിജയിക്കുവാൻ കഴിഞ്ഞു. സൈന്യങ്ങളുടെ യഹോവേ, കെരൂബുകൾക്ക് മീതെ വസിക്കുന്നവനെ, സ്വർഗത്തിൽ ജീവികൾ വീണ് വണങ്ങി ആരാധിക്കുന്നവനെ, സറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് ചിറകടിച്ച് സൈന്യങ്ങളുടെ യഹോവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ നാർപ്പിടുമ്പോൾ, മനുഷ്യ നിനക്ക് ദൈവഭയമുണ്ടോ? നീ ദൈവത്തെ ഭയപ്പെടുന്നു? നീ അവന്റെ മഹത്വം തിരിച്ചറിയുന്നു? അവന്റെ വലിപ്പം തിരിച്ചറിയുന്നു? ദൂതന്മാർ അവനെ ഭയപ്പെടുന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ട് 1,85,000 പേരെ തീർക്കാൻ ശക്തരായ ദൂതന്മാർ അവന്റെ മുമ്പിൽ വീണ് വണങ്ങുന്നു. അവനെ ആരാധിക്കുന്നു, അവനെ മഹത്വപ്പെടുത്തുന്നു. അങ്ങത്ര വലിയവൻ കർത്താവേ, അങ്ങത്ര സർവശക്തൻ കർത്താവേ, അങ്ങത്ര വലിയവൻ കർത്താവേ. ഹല്ലേലൂയ. ശർബറബിയാന്തരേ. ഹല്ലേലൂയ. ജീസസ് ലോർഡ്. വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 38 വർഷം കുളക്കരയിൽ കിടന്ന് രോഗി പറയുകയാണ്, ദൂതൻ വന്ന് കുളം കലക്കും. ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യം വരും. എത്രയെത്രയോ സന്ദർഭങ്ങളിൽ തിരുവെഴുത്തിൽ നാം ഇത് വായിക്കുന്നു. യേശുവേ, ഈ ദൂതന്മാരുടെ ആരാധനയും അവിടുത്തെ മഹത്വവും വിട്ട് സറാഫുകൾക്ക് മീതെ വസിച്ചവനായ സൈന്യങ്ങളുടെ യഹോവേ, അവിടുത്തെ ഒരു കമാൻഡ്മെന്റിന്റെ മുമ്പിൽ സ്വർഗത്തിലെ മുഴുവൻ സൈന്യവും അണിനിരക്കുമ്പോൾ, ഇത്ര വലിയവനായ കർത്താവേ, നീ എനിക്ക് വേണ്ടിയാണോ ഈ തുപ്പുകളേറ്റത്? നീ എനിക്ക് വേണ്ടിയാണോ ഈ പരിഹാസം സഹിച്ചത്? നീ എനിക്ക് വേണ്ടിയാണോ ഈ ഭാരമുള്ള മരക്കുരിശെടുത്തത്? നീ എനിക്ക് വേണ്ടിയാണോ ആടികളിൽ തറയ്ക്കപ്പെട്ടത്? നീ എനിക്ക് വേണ്ടിയാണോ മുൾക്കിരീടം ഏറ്റെടുത്തത്? ഇത്ര വലിയവനായ ദൈവമേ, നീ എനിക്ക് വേണ്ടിയാണോ ഇതെല്ലാം സഹിച്ചത്? യേശുവേ, എന്റെ ഹൃദയം, എന്റെ ജീവിതം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. അവിടുത്തെ ദൂതന്മാരെ എനിക്ക് കാവൽ നിർത്തണമേ. അവിടുത്തെ ദൂതന്മാർക്ക് അവിടുത്തെ ആജ്ഞ കൊടുക്കണമേ. വഴിയിൽ എന്നെ കാക്കണമേ. ഈ പ്രതിസന്ധിയുടെ പ്രതികൂലത്തിന്റെ കാലഘട്ടത്തിൽ അവിടുത്തെ സംരക്ഷണം എനിക്ക് ആവശ്യമാ കർത്താവേ. എന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാ കർത്താവേ. എന്റെ കുടുംബത്തിന് ആവശ്യമായി. എത്ര പേർ പ്രാർത്ഥിക്കും? ദൈവത്തോട് ആവശ്യപ്പെട്ടേ. എനിക്കറിയാം, യഹോവയുടെ മഹത്വം തിരിച്ചറിയുന്നവർക്ക് ഇരിക്കാൻ പറ്റില്ല. അവർ എഴുന്നേറ്റുന്ന ദൈവത്തെ മഹത്വം കൊടുക്കാൻ തുടങ്ങി, അവനെ ആരാധിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, പാട്ടുകാരൻ പാടി, ദൂതസംഘമാകവേ
എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിരുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഞാൻ നിൽക്കും. ഈ ദൂതന്മാരുമായി ഈ യേശു ഒരിക്കൽ വരും, വേഗം വരും, ഉടനെ വരും. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉടനെ വരണം. അവിടുത്തെ വരവിനി വൈകരുത്. ആ കൈകളെ ഒന്ന് ഉയർത്തി നമുക്ക് പാടാം. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. അബ്രഹാമിന് പ്രത്യക്ഷമായ ദൂതന്മാർ, മോശയ്ക്ക് പ്രത്യക്ഷമായ ദൂതന്മാർ, യാക്കോബ് സ്വപ്നത്തിൽ കണ്ട ദൂതന്മാർ, ഗിദെയോന് വേണ്ടി വെളിപ്പെട്ട ദൂതന്മാർ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇറങ്ങിയ ദൈവദൂതന്മാർ, ഈ ദൂതസംഘമാകവേ യേശു കർത്താവ്, സൈന്യാധിപനായ യേശു അവരുടെ നടുവിൽ നിന്ന് ദൂതന്മാർ അവനെ ചുറ്റും നിന്ന് അവൻ മേഘാരൂഢനായി വരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ അവനെ കാണുവാൻ, അവനെ എതിരേൽക്കുവാൻ, ആ വരവിങ്കിൽ എടുക്കപ്പെടുവാൻ നിനക്ക് കഴിയണമെങ്കിൽ നിന്റെ ജീവിതം കർത്താവിനായി സമർപ്പിക്കുക, വിശുദ്ധിയിൽ സമർപ്പിക്കുക. നീതിമാന്മാർ ആയ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ, നീതിമാന്മാർ ആയ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ, വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിയിടുമേ. വീണകളേന്തി, വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിയിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സാധാ സന്നദ്ധര നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയാൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഇത്ര വലിയ മഹത്സകരമേറിയ ഒരു പദവിയുണ്ട്, ഇത്ര വലിയ മഹത്വമേറിയ ഒരു അനുഭവമുണ്ട്. ഈ ലോകത്തിലെ ചപ്പിനും ചവർന്നും വേണ്ടി, ഈ ലോകത്തിലെ ജഡീക നൈമിഷിക സുഖത്തിന് വേണ്ടി പോകരുത്, ഓടരുത്. ഇങ്ങനൊരു പദവിയുണ്ട്. ദൂതസംഘം ആകവേ എന്നെ എതിരേൽക്കുവാൻ സാദാ സന്നദ്ധര നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ. ഓ ശുഭ്രവസ്ത്രധാരിയായി, ഓ ശരഥബരബലയാധരഗണഗസ്യ, ഓ ശുഭ്രവസ്ത്രധാരിയായി. കർത്താവേ, ഈ സന്ദേശം നിന്റെ ജനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്റെ ജനത്തിന് വേണ്ടി, തന്റെ രാജ്യത്തിന് വേണ്ടി എല്ലാ കാലവും പടപൊരുതുന്ന, യുദ്ധം ചെയ്യുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് ഈ പകലിൽ കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, നിന്റെ ജനത്തിന് വേണ്ടി നീ അയക്കണമേ. ചില ദൂതുകൾ അവർക്ക് കൈമാറണമേ. അവരുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ദാനിയേലിന്റെ കാലഘട്ടത്തിൽ ആ ദേശശക്തി തടഞ്ഞതുപോലെ തടഞ്ഞു വെച്ചിരിക്കുന്നുവെങ്കിൽ യഹോവേ, അവിടുത്തെ ദൂതനെ അവിടുന്ന് അയക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെ വെട്ടി മാറ്റണമേ, അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങ് എത്രയോ വലിയവൻ, അങ്ങ് എത്രയോ സർവശക്തൻ,
അങ്ങ് ദൂതന്മാരെക്കാൾ വലിയവൻ, അങ്ങ് ദൂതന്മാരെ കാഞ്ഞ കൊടുക്കുന്നവൻ, അങ്ങ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, അങ്ങ് സർവശക്തനായവൻ, അങ്ങ് സർവവ്യാപിയായവൻ, അങ്ങ് സർവജ്ഞാനിയായവൻ. യഹോവേ, അങ്ങയുടെ മഹത്വത്തിന്റെ മുൻപിൽ, ആ മഹത്വത്തിന്റെ കാഴ്ചയുടെ മുൻപിൽ ഞങ്ങൾ നെടുമ്പാട് വീഴുകയാണ്. ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ സൂക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഞങ്ങൾ സൂക്ഷിക്കുകയാണ്. ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ദേശങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പട്ടണങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ സഭായോഗം കണ്ട ഓരോ വ്യക്തികളെയും, ഈ വീഡിയോ കാണുന്ന ഓരോ സഹോദരങ്ങളെയും പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ. അവരുടെ കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവിധ നന്മകളാലും അവർ നിറയപ്പെടട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി. മഹത്വം ഞങ്ങൾ അങ്ങയ്ക്ക് നൽകുന്നു. അങ്ങെത്ര വലിയവൻ, അങ്ങെത്ര സർവശക്തൻ. അവിടുത്തെ സൈന്യം ഇത്ര ശക്തമെങ്കിൽ സൈന്യാധിപനെ, സകലത്തെയും ചമച്ചവനെ, ദൂതന്മാരെ സൃഷ്ടിച്ചവനെ, നീ എത്ര വലിയവൻ, നീ എത്ര വലിയവൻ. എല്ലാ മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. May God bless you and I bless you in Jesus almighty name. കർത്താവ് നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും. Thank you, Lord Jesus.